വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. കോമഡി മാസ്റ്റേഴ്സിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. ഞാൻ എത്തിയിട്ടുണ്ട്, പക്രുചേട്ടൻ എത്തിയിട്ടുണ്ട്. ഇനി ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. റെഡിയാണോ? അല്ല അതെ, എന്താ ഇത്ര ആവേശം? ഇന്നൊരു ആവേശത്തിന് കാരണമുണ്ട്. കാരണം ഇന്ന് നമ്മൾ രണ്ടുപേരും അല്ല, നമ്മളോടൊപ്പം തന്നെ ഒരു ഗസ്റ്റും കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ആരാണ് ആ ഗസ്റ്റ്? ആ ഗസ്റ്റ് എന്ന് പറയുന്നത് പക്രുചേട്ടന്റെ വളരെയധികം ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളാണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഒരാളാണ്. നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരാളാണ്. ശരിക്കും പറഞ്ഞാണ്ടല്ലോ, നമ്മുടെ ഫാമിലിയിലെ ഒരു മെമ്പർ തന്നെയാണ് വരാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ കുടുംബത്തിലുള്ള ആൾക്ക് വേണ്ടേ ആചാരപരമായിട്ടുള്ള ഒരു ഗംഭീര സ്വീകരണം ആണ്. നമ്മൾ സാധാരണ അങ്ങനത്തെ ഒരു സംഭവത്തിലല്ലേ വരുന്നത്. ഞാൻ തന്നെ ചില സമയത്ത് ഡാൻസ് വെച്ചോണ്ടാണ് വരുന്നത്. പക്ഷേ ഇദ്ദേഹം എൻ്റെ അടുത്ത് പേഴ്സണലി പറഞ്ഞു, ഒന്നും വേണ്ട, സിമ്പിൾ ആയിട്ട് ഞാൻ വന്നോളാം എന്നുള്ള. അപ്പൊ നമ്മൾ അവരുടെ ഇതും കൂടെ നോക്കണമല്ലോ, കാരണം നമ്മുടെ ഇവിടെ ഗസ്റ്റ് ആയിട്ട് വരുന്നതാണ് അല്ലെ. അപ്പൊ എന്തായാലും പ്രേക്ഷകരെ വേദിയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഒരുപാട് ആഡംബര പരിപാടികളൊന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ട് വിനയ കുലിതനായെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം ഈ വ്യക്തിനെ അല്ലെ. സാധാരണ എൻട്രി മാത്രം ആഗ്രഹിച്ച് എപ്പോഴും സ്നേഹം മാത്രം നൽകുന്ന ആ വ്യക്തിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം രമേശ് പിഷാരടി. അയ്യോ, എന്നെ ഇത് എന്തായാലും ഒരു ക്ലാപ്പ് കൊടുത്തേക്കാം. വെടിയും പോയാണല്ലോ. उल्लू के पट्टे बदतमीज आपको मुख इस तरीके कौन बनाया आपको? भैया क्या हाल बना रखा है आपको? कितना पैसा दे आपको? इतने देर ऊपर गए वापस आकर आपका चक्कर. भैया एक മനുഷ്യൻ അങ്ങ് ഇരിക്കുന്നു. ഞാൻ ഈ അവസരത്തിൽ എല്ലാം തോലിച്ചു നശിപ്പിച്ചു നീയൊക്കെ. ഡ്യൂപ്പിട്ട് ആളാകാൻ വന്ന ആളാണ് ഇപ്പൊ പൊളിഞ്ഞില്ലാണ്ടായി നിൽക്കുന്നുണ്ടോ? എന്നെ സംബന്ധിച്ച് മനസ്സിലാവുന്നില്ല. ഞാൻ ഇവിടെ വന്ന് നിന്ന ശേഷം തിരിയുന്നതാണ് വെക്കാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. അതിന് മുമ്പ് ഇവൻ തിരിഞ്ഞ് ഇവന്റെ മുഖം പ്രേക്ഷകരെ കാണിച്ചു കഴിഞ്ഞാൽ ഇത് മുഴുവൻ പൊളിഞ്ഞു പോയില്ലേ? ഈ പൂത്തിരിയുടെ പൈസയും വള്ളിയുടെ പൈസയും ഒക്കെ വേസ്റ്റ് ആയില്ലേ? അല്ല മിസ്റ്റർ പിഷു, ഞാനൊരു ഡൗട്ട് ചോദിച്ചിട്ടെ, നിങ്ങൾ സിമ്പിൾ ആയിട്ട് വരുന്ന എന്നോടും പറഞ്ഞു വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മതി. സൂപ്പർമാൻ വരുന്നതായി പോയില്ലേ ഇത്? നിങ്ങളിപ്പോ ഇത്ര ഒരു സാധനം പ്ലാൻ ചെയ്തിട്ട് അത് തുടക്കത്തിൽ ഇങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾക്ക് അതിന്റെ വിഷമം. നമുക്ക് റീടേക്ക് എടുക്കാം. ഇവരിത് ട്രെയിലറിലൊക്കെ ഇടും. അത് നമുക്കൊരു കാര്യം ചെയ്യാം. അനുചേട്ടാ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഒന്നും കൂടെ അത് വേണമെങ്കിൽ ചെയ്യാം. ഒന്നുകൂടെ എടുക്കുവാണെങ്കിൽ റെഡിയാണ്. ഒന്നുകൂടെ എടുക്കുവാണെങ്കിൽ റെഡിയാ. ഇതിപ്പോ എങ്ങനെ ചേട്ടൻ അല്ല ഒറിജിനലായിട്ട് വേണ്ട റീടേക്ക് വേണ്ട. ഒരു കാര്യം ചെയ്യാം, ഇതുവരെയുള്ള പോർഷൻ നിങ്ങൾ കട്ട് ചെയ്ത് കളയുക. നിങ്ങൾ രമേശ് പിഷാരടി എന്ന് പറയുമ്പോൾ ഞാൻ വളരെ സൗമ്യനായിട്ട് വന്ന് അത് മതി, അത്ര മതി. ഒരു സംശയം എല്ലാ സ്റ്റേജിലും ഇയാളെ ഇപ്പൊ കൊണ്ടുപോകാറുണ്ടോ അതോ ആദ്യത്തെ സ്റ്റേജാണ് ഇപ്പൊ പൊളിഞ്ഞത്? പരിപാടി പൊളിഞ്ഞാൽ ഇവനെ വിട്ടുകൊടുക്കാറുണ്ട്. തുടക്കത്തിലെ പൊളിയാറില്ല ഇതുപോലെ. നല്ല പൈസ കിട്ടുമായിരിക്കും അല്ലേ? ബാക്കി അങ്ങോട്ട് കൊടുക്കുക. ഇനി ഇവന് കൊടുക്കുന്നത്. अब तो मेरा पूरा एपिसोड का इंट्रोडक्शन की बर्बाद कर दिया. जाओ. അവർ കാര്യം ചെയ്യും, ആട്ടിന്റെ ആരെങ്കിലും അഴിച്ചു വിട്ടേക്ക്. കാര്യം കഴിഞ്ഞല്ലോ. അഴിച്ചൊന്നും വിടണ്ട. അവന് കാശ് കൊടുത്താ വലിച്ചു പൊക്കി വെച്ചാൽ മതി. ആവശ്യം കഴിയുമ്പോ ഇറക്കി വിടാം. വലിച്ചു വെച്ചോ. വേണ്ട സാർ. പോട്ടെ. ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പറയുമ്പോ ഇതുപോലെ എയറിലാവാറുണ്ടോ? എപ്പോഴും പറ്റാറില്ല. അതിന്റെ ഡോറിൽ നിങ്ങളുടെ കൂട്ടുകാരൻ ടിനിറ്റോ ഇടിച്ചു നിൽക്കുക. പോവാൻ സ്ഥലം കിട്ടുന്നില്ല. അതുകൊണ്ട് ഒരു ഗ്യാപ്പ് കിട്ടിയാലേ കയറി പോകാൻ പറ്റുള്ളൂ. എല്ലാ ആഴ്ചയും പുള്ളി തന്നെ അത് പോയിക്കൊണ്ടിരിക്കുന്ന നമുക്ക് കിട്ടുന്നില്ല. ശരിക്കും പറഞ്ഞാൽ വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ് അതായിരുന്നു ആദ്യം പറഞ്ഞത്. ആങ്കർ അത് പറഞ്ഞില്ല, പേയ്മെന്റ് കിട്ടത്തില്ല എനിക്ക്. ഞാൻ കോമഡി മാസ്റ്റേഴ്സിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഫൺസ് അപ്പോൺ എ ടൈം ഒരു വശത്ത് തകൃതിയായിട്ട് നടക്കുന്നു. ഫൺസ് അപ്പോൺ എ ടൈം ഒരു 4 വർഷത്തോളം വളരെ വിജയകരമായിട്ട് നമ്മൾ മലയാളത്തിലെ തന്നെ ആദ്യത്തെ സ്റ്റാൻഡപ്പ് കോമഡി ഷോ എന്നുള്ള പേര് തുടങ്ങി. അത് അമൃതയാണ് തുടങ്ങിയത്. അതിനുള്ള ചങ്കൂറ്റം കാണിച്ചത് അതിന് വേണമായിരുന്നു. കാരണം പലരും നോക്കിയിട്ട് പറ്റാത്ത പരിപാടിയായിരുന്നു. അതിപ്പം അവസാനിച്ചു. നമ്മൾ കോമഡി മാസ്റ്റേഴ്സ് വീണ്ടും ഫുൾ ശക്തിയായിട്ട് വരുന്നുണ്ട്. അത്യാവശ്യം അതിലുള്ള ആൾക്കാർ 1-2 പേരൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പൊ ഞങ്ങളുടെ കൂടെ പ്രതീക്ഷിക്കാൻ ഇനി പ്രതീക്ഷിക്കാം. അത് മതി. വേറൊരു കാര്യം, എനിക്കൊരൊറ്റ അപേക്ഷയുള്ളൂ. എല്ലാ എപ്പിസോഡിലും ആ ബംഗാളിയെ കൊണ്ടുവരണം. അവൻ ഇനി വരുമോ നിർത്തില്ല. അവൻ വരണ്ട, അവിടെ ഇരിക്കട്ടെ. അവൻ
भाई आपने जो किया वो बहुत बेशर्म ആ വിട് വിട് അത് പോട്ടെ. नहीं नहीं ऐसा छोड़ेगा नहीं उधर खड़े रहो बच्चे പൊട്ടിക്കും പൊട്ടിക്കും ഇവനിവിടെ ആളുണ്ട് പൊട്ടിക്കും പൊട്ടിക്കും വിത്ത് വക്കീലാണ്. പൊട്ടിക്കും പൊട്ടിക്കും പിഷാരടിയെ ഞങ്ങൾ പൊട്ടിക്കും പിഷാരടിയെ ഞങ്ങൾ പൊട്ടിക്കും എന്റെ ആൾക്കാരാ മേളിയിരിക്കുന്നവന്റെ. പൊട്ടിക്കും പിഷാരടിയെ ഞങ്ങൾ പൊട്ടിക്കും എന്നാ? പിഷാരടിയെ പൊട്ടിക്കും അല്ല, അതെ. നിങ്ങളുടെ പരിപാടിക്ക് വിളിച്ചു വരുത്തിട്ട് ഇതാണ് കഴിയുന്നത് എന്താണ് ഉദ്ദേശിച്ചത്? പിഷാരടിയെ പൊട്ടിക്കും അതെ ഞാനൊരു കാര്യം പറയാം എനിക്ക് ബ്ലൂടിക്ക് നേരത്തെ കിട്ടിയതാണ് എന്റെ 2 ഇൻസ്റ്റയുടെ പേജിലും ഉണ്ട് ഫേസ്ബുക്കിലും ഉണ്ട് ബ്ലൂടിക്ക് അതിന് നിങ്ങൾ അത് കൊണ്ടൊന്ന് മേടിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല താങ്കൾക്ക് ഫേസ്ബുക്കിന് ബ്ലൂടിക്ക് ഉണ്ടെന്ന് അതല്ലല്ലോ ഞങ്ങൾ ഇവിടെ പറഞ്ഞത് പിന്നെ എന്താണ് താങ്കളുടെ ആഫീസ് ഞങ്ങൾ പൊട്ടിക്കും എനിക്ക് ഓഫീസ് ഇല്ല ഓഫീസ് മാനേജറൊന്നും ഇല്ല എനിക്ക് എന്തൊരു കാര്യം ചെയ്യൂ എന്റെ ഓഫീസിന്റെ കുറെ ഭാഗം വെറുതെ കിടക്കുകയാണ് അവിടെ ഒരു കസേര ഇട്ട് അവിടെ ഇരുന്നോളൂ അപ്പൊ പകുതി വാടക എനിക്ക് ഓഫീസിന്റെ ആവശ്യമില്ല നമുക്കൊക്കെ ഓഫീസിന്റെ ആവശ്യമുണ്ട് കേട്ടോ നമ്മൾ അഡ്വക്കേറ്റ് ആണോ സ്കിറ്റ് കളിക്കാൻ വന്നാണോ? ഞങ്ങൾ ആരാണെന്ന് മനസ്സിലായിട്ടില്ല. അതാണ് അതാണ് വേഷം കണ്ടിട്ട് മനസ്സിലായില്ല ഞങ്ങൾ ആരാണെന്ന്. വേഷം കണ്ടിട്ട് ഇത് കുറച്ചുകൂടെ വേഷം കണ്ടാൽ മനസ്സിലാവുന്നുണ്ട് ഇതൊട്ടും മനസ്സിലാവുന്നില്ല ഒന്നും കിട്ടുന്നില്ല. ക്യാരക്ടർ കിട്ടുന്നേ ഇല്ല ഗോവയ്ക്കെങ്ങാനും പോവാൻ വന്നേ. കേറി നിന്ന് ഇച്ചിരി ഇങ്ങോട്ട് ഒന്ന് കേറി നിന്ന് ജംബോ സർക്കസിലുണ്ടായിരുന്നു. ഇല്ല ഒന്ന് അങ്ങോട്ട് തിരിഞ്ഞ് ഒന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ് ഇല്ല കിട്ടുന്നില്ല തീരെ കിട്ടുന്നില്ല മാജിക്കാരനാണ്. എലീനയ്ക്ക് മനസ്സിലായോ എനിക്ക് പുള്ളിക്കാരനെ കണ്ടിട്ട് ഏതായാലും ഗോവയ്ക്ക് പോകുന്ന പോലെ നിൽക്കുന്നുണ്ട്. മറ്റേ സ്കിറ്റിങ്ങാനും കളിക്കാൻ വന്ന പോലെ എങ്ങാനും ഉണ്ടോ? ആ ഇന്ന് കേരളത്തിൽ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു അഭിഭാഷാണ് ഇത്. അഭിഷേകോ? അഭിഷേക് ബച്ചനോ ഷേഖ് ബച്ചൻ അല്ല, അഭിഭാഷ അഭി അഭിലാഷാണു അഭിലാഷ് അല്ല, കോടതിയിലെ വക്കീലതൊക്കെ അഭിഭാഷകൻ പ്രശസ്തനായ ഒരു അഭിഭാഷകനാണ് ഞാൻ വക്കീൽ വാസുദേവ്. ഓ അദ്ദേഹമാണ് ഇത് തെറ്റിച്ച് പറഞ്ഞത്. അങ്ങനെ ഒരു പടമുണ്ട് വക്കീൽ വാസുദേവ് അതെ അതെ എന്റെ കഥയാണത്. അത് വിട്ടാരെ ആ വിഷയത്തിലേക്ക് നമുക്ക് പോകണ്ട. രമേഷ് പിഷാരടിയായിട്ട് എന്താ ഇഷ്യൂ? വിഷയമുണ്ട്. ഇദ്ദേഹത്തിന് മനസ്സിലായില്ലേ? ഇല്ല. ഇദ്ദേഹം പ്രശസ്തനായ ഒരു സിനിമാ സംവിധായകനാണ്. കക്ഷിയാണോ പുള്ളി? പേര് കാമറാജ്. കാമരാജ് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. എന്റെ സിനിമകൾ എന്ന് പറയുന്ന നാട്ടുകാർ പറയുന്നത് മുത്തശ്ശി കഥ പോലുള്ള കഥകളാണ് എന്റെ കഥകൾ എന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്ന് വെച്ചാൽ മുത്തശ്ശി കഥകൾ പോലത്തെ ഉള്ള കഥ എന്ന് വെച്ചാൽ മനസ്സിലായില്ലേ? നമ്മളെ മുത്തശ്ശി നമുക്കൊരു കഥ പറഞ്ഞു തരികയാണെങ്കിൽ നമ്മൾ ആ കഥ മുഴുവനായിട്ട് കേൾക്കാറുണ്ടോ? ഇല്ല. പകുതിയായപ്പോഴേക്കും നമ്മൾ ഉറങ്ങിപ്പോകും. അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിന്റെ സിനിമയും. അതായത് ടൈറ്റിൽ തുടങ്ങി കഴിയുമ്പോഴേക്കും നമ്മൾ ഉറങ്ങിപ്പോകും. അതാണ് അങ്ങനത്തെ മുത്തശ്ശി കഥ. ശരി Congrats. കാണാൻ പറ്റിയില്ല സർ. അതെ ആദ്യമായിട്ട് അങ്ങനെ ഒരാളെ. അപ്പൊ നിങ്ങള് ഗിന്നസ് കുക്കുരു കാണാനിരിക്കുകയായിരുന്നു. ഞാൻ സ്നേഹം കൊണ്ടാക്കുന്നത് എന്തൊക്കെയാ വിളിക്കുന്നത് എനിക്ക് പോലും അറിയില്ല. നിങ്ങൾ നിങ്ങളുടെ വക്കീലിനെ കൊണ്ട് ഇവിടെ വരാനുള്ള കാര്യം എന്താണ്? നിങ്ങൾ കാരണം ജീവിതം നഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ. ഞാൻ കാരണം ആരുടെയും ജീവിതം നഷ്ടപ്പെട്ടത് എന്റെ ജീവിതം ഞാൻ എങ്ങനെ നഷ്ടപ്പെടുന്നത് പറയുന്നത്? അദ്ദേഹം ചാനലിൽ ഇരുന്ന് ഓരോരോ കഥകൾ പറയുന്നു. കഥകൾ പറഞ്ഞ് അദ്ദേഹം കാശുണ്ടാക്കുന്നു. പക്ഷെ ഞങ്ങളെ പോലുള്ള ആളുകളെ വെച്ചിട്ടാണ് കഥകൾ പറഞ്ഞ് നിങ്ങൾ പൈസ ഉണ്ടാക്കുന്നത്. നിങ്ങളെ പറ്റി ഞാൻ എന്ത് കഥ പറഞ്ഞു? പണ്ട് അവസരം ചോദിച്ച് നടന്ന ഒരു കാലഘട്ടം ഉണ്ടല്ലോ. ഉണ്ട്. ആ കാലഘട്ടത്തിൽ ചെന്നിട്ട് ഒരു ഡയറക്ടറിന്റെ കഥ ചാനലിൽ ഇരുന്ന് പറഞ്ഞില്ലേ? അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ, പറയട്ടെ. അതായത് ഒരു ദിവസം ഞാൻ ചാൻസ് അന്വേഷിച്ച് നടന്ന സമയത്ത് ഒരു ദിവസം പത്രത്തിലൊരു പരസ്യം പുതുമുഖ നടന്മാരെ അന്വേഷിക്കുന്നു. ഇന്റർവ്യൂവിന് നേരിട്ട് വൈക്കത്ത് ഹോട്ടലിൽ വരിക. ഞാൻ ചെന്നപ്പോൾ ഒരിക്കലും സിനിമാക്കാർ താമസിക്കാൻ സാധ്യതയില്ലാത്തൊരു ഹോട്ടല്, വാതിലൊക്കെ പൊളിഞ്ഞിട്ടുണ്ട്. ലോഡ്ജിന്റെ സിറ്റുവേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇദ്ദേഹം താമസിച്ച ലോഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഷർട്ട് ഇടാതെ ആ കട്ടിലെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഷീറ്റ് ഉൾപ്പെടെ നമ്മൾ എഴുന്നേക്കുമ്പോൾ നമ്മുടെ പുറത്തുകൂടെ പുറത്ത് അത്തരത്തിലുള്ള ഒരു ലോഡ്ജിലാണ് പുറത്ത് കൊതുകുതിരി കത്തിച്ചു വെച്ചതിന്റെ പാട് സാധനങ്ങളൊക്കെ അടിച്ചുവാരി തുടച്ചിട്ട് ഒരു 6 മാസമായ ഒരു മുറി നിലത്ത് മുഴുവൻ ബസ് ടിക്കറ്റുകള് നാനാ സിനിമാ മാസികകളൊക്കെ കിടക്കുന്നു. ഞാൻ കൃത്യം 9 മണിക്ക് വന്നു. കൃത്യം 9 മണിക്ക് എന്നിട്ട് ഞാൻ കോളിംബെൽ അടിച്ചപ്പം മുണ്ടെടുത്ത് നെഞ്ചത്ത് ഊത്തിയിട്ട് ഒരാൾ ഡോറ് തുറന്ന് ഫോട്ടോ ആയിട്ടിട്ട് ആലാ ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോലെ ബാ എന്ന് പറഞ്ഞ അകത്തുണ്ട്. ഇപ്പൊ ഒരാൾ കമന്ന് കിടപ്പുണ്ട് ഈ കട്ടിലേല്. ഈ വിളിച്ച ആളാ കട്ടിലേൽ ഇരിപ്പുണ്ട്. എന്നിട്ട് എന്തൊക്കെ ചെയ്യും? ഞാൻ മിമിക്രി ചെയ്തേ. ഞാൻ നിന്ന് എടാ കുറെ മിമിക്രി കാണിച്ച് കഴിഞ്ഞപ്പോൾ ഇയാൾ കട്ടിലിന്റെ അടിയിൽ നിന്നൊരു ഡയലോഗ് വന്നിട്ട് അത് പറയുമെന്ന് ചോദിച്ചു. ഞാൻ ആ ഡയലോഗ് പറഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, രജിസ്ട്രേഷൻ ഒരു 100 രൂപ കൊടുക്കണം എന്ന് പറഞ്ഞു. എൻ്റെ ആകെ ഒരു 100 രൂപ പേഴ്സിനകത്ത് മടക്കി തിരികെ കയറ്റി വെച്ച് സൂക്ഷിച്ചു വെച്ച 100 രൂപ കൊടുത്ത് രജിസ്റ്റർ ചെയ്തിട്ട് സിനിമാ നടനായി എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അകത്തൊരു വോയിസ് ഓവർ ഇയാൾ മറ്റേ പോയൊരു പേസ്റ്റ് മേടിച്ചോണ്ട് പോവാന്ന്. ഈ പേസ്റ്റ് മേടിക്കാൻ പൈസ ഇല്ലാത്തവനാണ് പടം പിടിക്കാൻ കിടക്കുന്നത്. ഞാൻ ഇന്റർവ്യൂവിന് പോയേക്കുന്നത്. നിങ്ങൾ അത് പറഞ്ഞോട് കൂടി എന്റെ കരിയറാണ് നശിച്ചത്. നിങ്ങളായിരുന്നു ആരാണ് നാട് കഴിഞ്ഞാ കാണുന്നത്? എത്ര നാട് കഴിഞ്ഞാ കാണുന്നത്? അന്ന് പറഞ്ഞ ജനാർദ്ദൻ ഒന്നും കറക്റ്റ് അല്ല കേട്ടോ. ഞാൻ ഇപ്പോഴും അതെ അല്ല ഇത് ഇയാളാണ്. ഞാൻ അന്ന് കഥ പറയുമ്പോ ഒരിക്കലും ഒരു സംവിധായകന്റെ പേരോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞില്ല. ഞാൻ ഹോട്ടലിന്റെ പേര് പോലും പറഞ്ഞില്ല. പിന്നെ അത് ഇയാളാണ് പേര് പറയുന്നത്. എന്റെ കൂട്ടത്തിലുള്ള ബാക്കിയുള്ള സംവിധായകന്മാർക്ക് എല്ലാം അറിയാം. ഒരു പേസ്റ്റ് മേടിക്കാൻ പൈസ ഇല്ലാത്ത സംവിധായകൻ അത് ഞാൻ മാത്രമേ ഉള്ളൂ. അതിന് പേര് പറയേണ്ട കാര്യമില്ല. അത് എന്റെ കുറ്റമല്ല. ഞാൻ ഈ കേസ് ഒന്ന് ബാധിക്കട്ടെ. ഞാൻ ജഡ്ജിയായിട്ട് നിൽക്കാം. കേസ് ഒന്ന് വിസ്തരിക്കാം. ഓക്കെ അപ്പം യു പ്രസിദ്ധോ ഏത് പ്രസിദ്ധ
അല്ല പ്രൊസീഡ് എന്നാ. പ്രൊസീഡ് അയ്യോ അയ്യോ പ്രൊസീഡ്. തോൽവിയാണ്. കേസ് നമ്പർ 65 ബ്രാ അല്ല അപ്പുറത്തോട്ട് പോയതാ. കേസ് നമ്പർ 65 ആറോ ബാറല്ലേ? ഈ കേസിന്റെ കാര്യം നമ്മൾ ഇന്നലെ എവിടെ നിന്നാണ് സംസാരിച്ചത്? ഇന്നലെ നമ്മൾ സംസാരിച്ച ഷാപ്പിൽ ഇരുന്നാണ്. ഷാപ്പ് ഇരുന്നാണ്. അപ്പൊ 65 ഷാപ്പ് എന്ന് പറയൂ. ഇയാൾ എന്തൊരു തോൽവിയാണ്. ഇടോ ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസ് നമ്പർ 65/325 വേറെ കൃത്യത്തിന് വേണ്ടി ഇട്ടേക്കുന്ന ഒരു വരയാണ്. വേറെ കൃത്യം അങ്ങനെ കാണിക്കരുത്. ഒരു സ്ഥാനത്ത് ഇരുന്നോട്ട് അങ്ങനെ വേറെ കൃത്യം കാണിക്കരുത്. ഞാൻ വേറെ കൃത്യം കാണിച്ചതല്ല. 65/325 അതിന്റെ ഒരു വരയാണ് ഈ ബാർ എന്ന് പറയുന്നത്. വരയാണ്. അതെ, ചരിഞ്ഞ വര. അങ്ങനെയാണെങ്കിൽ ഓക്കെ. നിങ്ങൾ കയറോ അല്ലെങ്കിൽ ഷഡ് ഇട്ടിട്ട് വാ. അതല്ല, അത് വേറെ അല്ല, മേളിൽ ഇരുന്ന് വേർക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഒരു തുള്ളി എന്റെ ദേഹത്ത്. ഞാനൊരു കാര്യം പറയട്ടെ സുഹൃത്തെ, ഇത് കോടതിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഭീമമായ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. എന്തിന്? ഇദ്ദേഹത്തിന് മാനഹാനി ഉണ്ടായില്ലേ? മാനനഷ്ട കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഭീമമായ ഈ നഷ്ടം പുള്ളിക്കാരനല്ലേ കൊടുക്കേണ്ടത്? കൊടുക്കണം. 1 കോടി രൂപയോളം നമ്മൾ മാനനഷ്ട കേസ് ഫയൽ ചെയ്യോ? അപ്പൊ അത് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വെച്ചിത് ഇത് രാജിയാക്കാം. ഒരു കോംപ്രമൈസ്. കോടതി വരണ്ട. ടേംസ് പറ, ടേംസ് പറ. ഇപ്പൊ 2 സിനിമ ചെയ്തില്ലേ? മൂന്നാമത്തെ സിനിമ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ടീഷൻ അതാണ്. ഒന്നിൽ അദ്ദേഹത്തിനെ നായകനാക്കണം, അല്ലെങ്കിൽ സംവിധായകനാക്കണം. ആരെ? പുള്ളിക്കാരനെയോ? പുള്ളിക്കാരനെ. നായകനോ? അതെ, അല്ലെങ്കിൽ അതിന്റെ സംവിധാനം? സംവിധായകനാക്കുക. എങ്ങനെയാ നടക്കുവോ? അപ്പൊ കോംപ്രമൈസ് ആവും. നിങ്ങൾ അങ്ങനെ എനിക്കൊരു കേസ് കൊടുത്തോ നഷ്ടം തരാനൊന്നും എന്റെ ഇല്ല. 1 കോടി. ഒരു കാര്യം കൺഫേം ചെയ്തോളൂ, എന്റെ മൂന്നാമത്തെ സിനിമയിൽ നായകൻ ഇദ്ദേഹം ആയിരിക്കും. വക്കീൽ വാസുദേവ് ആരാന്നത് ഞാൻ. പക്ഷെ ഒരു ചെറിയ കണ്ടീഷൻ ഉണ്ട് സാർ. അതായത് ഞാനിപ്പോ ഇനി ചെയ്യാൻ പോകുന്നത് 2 കഴിഞ്ഞല്ലോ. 2 കഴിഞ്ഞു. മൂന്നാമത്തെ പടം ഞാൻ അതുപോലെ മാറ്റി വെച്ചിട്ട് 4ാമത്തെ പടമാണ് ഇനി ചെയ്യാൻ പോകുന്നത്. ഒബ്ജക്ഷൻ ഓവർറൂൾ. ഞാൻ 3ാമത്തെ ചെയ്യുന്നില്ല, 4ാമത്തെ പടം എടുത്ത് ഇതെന്താണ് ഈ പറയുന്നത്? അത് അദ്ദേഹത്തിന്റെ വിവേചന അധികാരമല്ലേ? അങ്ങനെ അധികാരമില്ല. 4ാമത്തെ ചെയ്യുന്നത്. 1 2 കഴിഞ്ഞാൽ 3 ആണ്. 3 മാറ്റി വെച്ചിട്ട് 4ാമത്തെ ചെയ്യുന്നില്ല. തെറ്റിദ്ധരിപ്പിക്കലാണ്. ഇത് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കലാണ്. ഇനി 3 ഇപ്പൊ ചെയ്യുന്നില്ല, 3 മാറ്റി വെച്ച് 4ാമത്തെ പടമാണ് ചെയ്യാൻ പോകുന്നത്. അതിന് ഒബ്ജക്ഷൻ ഇല്ല. എന്റെ 4ാമത്തെ പടത്തിൽ നിങ്ങളെയാണ് ഞാൻ അതിന്റെ ലീഗൽ അഡ്വൈസർ ആയിട്ട് വെക്കാൻ പോകുന്നത്. നിങ്ങൾ ലീഗൽ അഡ്വൈസർ ചിലപ്പോ നല്ലൊരു വേഷവും 4ാമത്തെ പടത്തില്. അപ്പൊ നിങ്ങൾ അനാവശ്യമായി ഈ കേസിൽ ഇടപെടരുത്. ആ മനുഷ്യനെ ജീവിക്കാൻ അനുവദിക്കുക. ഞാനല്ലേ നിങ്ങൾ എന്നിട്ട് വിളിച്ചോണ്ട് വന്നത്? അല്ല, എനിക്ക് വേണ്ടി വാദിക്കാനല്ലേ കൊണ്ടത്? വാദി പ്രതിയായിപ്പോ? വാദി പ്രതിയായതല്ല. ഞാൻ പറയട്ടെ, എന്റെ നിരപരാധിയായി എന്റെ കക്ഷിയെ നിങ്ങൾ കെട്ടിച്ചമച്ച കേസുമായിട്ട് വന്ന് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ പ്രൊഫഷനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വം കെട്ടിച്ചമച്ച കഥയാണ്. കോടതിയിൽ വാദിക്കും. നിങ്ങൾ കാണിക്കുന്നത് അനീതിയാണ്. ഒരു അനീതിയില്ല. അദ്ദേഹം 3ാമത്തെ പടം മാറ്റിവെക്കുന്നു, 4ാമത്തെ പടമാണ് ചെയ്യുന്നത്. അങ്ങനെ തമ്മിലാണ് കേസ്. എന്ത് കേസ്? നിങ്ങളോട്ടല്ല കേസ്. അല്ല, തനിക്ക് മനസ്സിലാകുന്നില്ലയോ? എനിക്ക് മനസ്സിലാകുന്നില്ല. വാടോ, അദ്ദേഹം 3ാമത്തെ കേസ് മാറ്റിവെച്ചത് പറഞ്ഞില്ലോടാ. 4ാമത്തെ സിനിമയിലാണ് ഞാൻ ലീഗൽ അഡ്വൈസറാണ്. അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ അവരുടെ കാര്യത്തിൽ തീരുമാനം. നമുക്കൊരു കാര്യം ചെയ്താലോ, ബാക്കി പരിപാടി അവിടെ പോയി ഇരുന്ന് കണ്ടാലോ? വളരെ നല്ലത്. ആ ബായിനെ ഒന്ന് ഇറക്കണ്ടയോ? ഭയം എവിടെ ഇരുന്നോട്ടോ, അവനെ അനുഭവിക്കണോ? അവൻ മോഹൻ തിരിച്ചവൻ. പ്രസിഡന്റ് ഇന്ന് നേരത്തെ എത്തിയോ? ഞാൻ ഇത്തിരി നേരത്തെ പോന്നു. മെമ്പറെ, കഴിഞ്ഞ ആഴ്ച ആ വെള്ളപ്പൊക്കത്തിന്റെ ഫയൽ ഒന്ന് സെറ്റ് ചെയ്തില്ലേ? ഒന്നിങ്ങടുത്ത്. വെള്ളപ്പൊക്കമൊക്കെ അവിടെ നിക്കട്ടെ, വരൾച്ചയുടെ ഫണ്ട് റിലീസ് ചെയ്തായിരുന്നു. അയ്യോ, വരൾച്ചയുടെ ഫണ്ട് എന്നേ റിലീസായി. അന്നല്ലേ എന്റെ കൊച്ചിന്റെ മുഖത്തൊരു വിളർച്ച കണ്ടത്. പിന്നെ ഈ വരൾച്ചയുടെ ഫണ്ട് എടുത്ത് അപ്പുറത്തോട്ടൊന്ന് മറിച്ചു. പ്രസിഡന്റിന്റെ മുഖത്തൊരു തളർച്ച. പാമ്പിന്റെ ഫണ്ട് തന്നേ തീരൂ, പാമ്പിന്റെ ഫണ്ട് തന്നേ തീരൂ. ആരാണിത് പറയുന്നതെന്നറിയാമോ? ചോരത്തുള്ളികൾ നീന്തി കയറിയ ഗോപിക്കുട്ടൻ പറയുന്നു. എന്നാ ഇവിടെ എന്താ സംഭവം? എന്നാ ഇതെന്നാ ഇവിടെ കിടന്ന് വെള്ളം വെക്കുന്നേ? സാറേ, മറ്റേ കടിയുടെ കേസാണ്. ഏത് പരിപാടിയുടെയോ? അതല്ല, പാമ്പ് കടിച്ചവർക്ക് ഇപ്പൊ 1 ലക്ഷം രൂപ ധനസഹായം ഉണ്ടല്ലോ. പാമ്പ് കടിച്ചവർക്ക് 1 ലക്ഷം രൂപ ധനസഹായം ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിട്ട് പൈസ വേണമെന്ന് പറഞ്ഞ് നിൽക്കുക. ഇല്ലല്ല, ഇവന് ഊടായ്പിന്റെ ഉസ്താദാ. ഇവന് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരും. ഇവന് ധനസഹായം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇവൻ കഴിഞ്ഞ ദിവസം പഞ്ചായത്തിൽ വന്ന് 10 താറാവിനെ വളർത്താൻ വേണ്ടി ചോദിച്ചു. ഫയൽ ഒപ്പിട്ട് കൊടുത്തതാ. ഞാൻ ആ ഫയൽ ഒപ്പിട്ട് കൊടുത്തതാ. എന്നിട്ട് ഇവനെ താറാവിനെ വളർത്തിയോ? ഗോപിക്കുട്ടൻ ഞങ്ങൾ താറാവിനെ തന്നില്ലേ പഞ്ചായത്തിൽ നിന്ന്? എന്നിട്ട് ആ താറാവിനെ വളർത്തിയോ? ഇല്ല. എന്ത് ചെയ്തു? അതിന് പപ്പാസ് വെച്ച് കണ്ടോ? ഈ വളർത്തുന്ന താറാവിന് ആരെങ്കിലും പപ്പാസ് വെച്ച് തിന്നുവോ? എന്റെ പൊന്നു സാറേ, വളർത്തുന്ന താറാവിന് ആരെങ്കിലും കൊല്ലൂ?
ഇതാകുമ്പോ മുൻപരിചയമില്ലല്ലോ അത് കാരണം ഞാൻ അപ്പൊ തന്നെ കൊന്ന് പപ്പാസ് അടിച്ചു തന്നു. അപ്പോൾ പിന്നെ കിണർ ഒഴിക്കാനും ബാത്റൂം കെട്ടാനും തന്ന പൈസ എന്ത് ചെയ്ത്? ആ പൈസ പാസ്സായപ്പോഴല്ലേ ഞങ്ങൾ കുണുമണാലി പോയത്. എവിടെ കുണുമണാലി കണ്ടോ? ഇവനെ എന്ത് എങ്ങനെ ഫണ്ട് കൊടുക്കും പറ, നിങ്ങൾ പറ. സാറേ ആടിന് ഒരു ഫയൽ ഒപ്പിട്ട് കൊടുത്തില്ല, ആടിന്റെ വളർത്തലിന് പൈസ വേണമെന്ന് പറഞ്ഞു. അവൻ ആടിനെ വളർത്തിക്കോട്ടെന്നോർത്ത് ഞാൻ ആ ഫയൽ ഒപ്പിട്ട് കൊടുത്തു. സാറേ, അത് പറയരുത്. ഞാൻ ആടിനെ വളർത്തിയായിരുന്നു. സാർ എന്റെ വീട്ടിൽ വന്നപ്പോ ആടിന്റെ കരച്ചിൽ കേൾപ്പിച്ചു തന്നായിരുന്നു ഞാൻ. ഇവൻ ആടിനെ മേടിച്ചോ ഇല്ലോ എന്നറിയാൻ വേണ്ടി ഞാൻ ഇവന്റെ വീട്ടിൽ ചെന്നു. ഇവൻ ചെയ്ത പണി എന്നാന്നറിയാവോ? വീടിന്റെ കഥ കടച്ച് അകത്ത് കയറി ഇരുന്നിട്ട് ഷാരൂഖ് ഖാന്റെ ചിരിട്ടെന്നെ കേൾപ്പിച്ചിരിക്കുന്ന ആടാന്ന് കാണിക്കാൻ വേണ്ടി. അതെങ്ങനെയായിരുന്നടാ? അതുകൊണ്ട് ഇവൻ ഊടായ്പിന്റെ ഉസ്താദാണ്. ഇവനെ വല്ല പഴുതാരം കടിച്ചായിരിക്കും. ഈ ഫയൽ എന്നെ ആയാലും ഞാൻ ഒപ്പിട്ട് കൊടുക്കുന്ന പ്രശ്നമില്ല. സാറേ ഇത് ചികിത്സാ ധനസഹായമാണ്. അപ്പൊ നമ്മൾ പൈസ വെച്ച് കൊടുക്കാതിരിക്കാൻ പറ്റില്ല, കൊടുത്തേ പറ്റുള്ളൂ. നമ്മൾ കൊടുത്ത ഫണ്ടൊന്നും ഇവൻ വിനിയോഗിച്ചില്ലല്ലോ. ഇല്ല. അതുകൊണ്ട് ഈ ഫണ്ട് കൊടുക്കേണ്ട കാര്യമില്ല. നമുക്ക് അത് എന്നാന്ന് വെച്ചാൽ തിരിമറി അങ്ങ് ചെയ്യാരും. സെക്രട്ടറി അതങ്ങ് ഒപ്പിട്ട് കൊടുത്തേക്ക്, അല്ലെങ്കിൽ ആകെ പുലിവാലും തലവേദനയാകും. എന്നാലും ഇത് ഒപ്പിട്ട് കൊടുക്കുന്ന പ്രശ്നമില്ല. അതിന്റെ പുലിവാലും ഞാൻ സഹിച്ചോളാം. പറയുന്നറിയാമോ? പൈസ കിട്ടി അവിടുന്ന്. എന്റെ പൊന്നു സഹോദര, ഞാൻ ഒരു കാര്യം പറയട്ടെ. ദേ, ഈ പേപ്പർ കണ്ട, ഇതിലൊരു ഒപ്പിട്ടാ മതി, ഈ പൈസ കിട്ടും. ഒപ്പിട്ടാ മതിയോ? ഇവൻ എന്റെ സെക്രട്ടറി ഇടണം. എടാ ചലഞ്ച് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബില് 3 വർഷം ഞാനായിരുന്നു സെക്രട്ടറി. ഞാൻ ഒപ്പിട്ടോ? ഈ ചലഞ്ചിന്റെ സെക്രട്ടറി അല്ല, ഈ പഞ്ചായത്തിലെ സെക്രട്ടറി ഒപ്പിടണം. ഒപ്പിട്ട് കിട്ടിയ പൈസ കിട്ടും. അപ്പൊ നിനക്ക് തരാനുള്ള പൈസ ഞാൻ അങ്ങോട്ട് തരും. അനിയാ മോനെ ഇതൊന്ന് ഒപ്പിട്ടോടാ. അയ്യോ ഇത് അങ്ങ് അറ്റം കൊണ്ടുകൊടുത്തത്. അങ്ങേറ്റ ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യ്. കൊച്ചൊന്ന് ഒപ്പിട്ടെ. ഇത് ഇവിടെ അല്ല കേട്ടോ, അവിടെ കൊടുക്കണേ. ചേച്ചി ഇതൊന്ന് ഒപ്പിട്ടെ. ഇത് അവിടെ എത്തിയാലേ ഇവിടെ എന്തെങ്കിലും നടക്കും. ആണോ? ഇതൊന്ന് ഒപ്പിടണം. എന്താണ് പാറമേടെ പണിയെടുക്കുന്ന സമയത്ത് പാറപ്പെട്ടിയന്റെ കാലി പോയി അതിന്റെ ധനസഹായം വല്ലതും ചോദിച്ചു വരികയാണോ? അതൊന്നുമല്ല. പിന്നെ അവര് തമ്മിൽ എന്തെങ്കിലും നടക്കണമെന്നുണ്ടെങ്കിൽ ഇതിവിടെ എത്തണമെന്ന് പറഞ്ഞു. ആഹാ പ്രസിഡന്റ്. ഓഹോ സെക്രട്ടറി, ഞാൻ എന്നതാ ഈ കേൾക്കുന്നേ? ആ ഫയൽ ഒപ്പിട്ടാലേ ഇവിടെ എന്തെങ്കിലും ഫയൽ നീക്കം ഉണ്ടാകുള്ളന്ന്. ഈ ഫയൽ ഒപ്പിട്ടാല് നീക്കം നടക്കുന്നു. ഇത് എന്തിന്റെ ഫയൽ? അവനെ പാമ്പ് കടിച്ച ഫയൽ. ഇത് ഒപ്പിടലും നേരത്തെ തീരുമാനിച്ചാണ്. ഇത് ഒപ്പിട്ട് തരുന്ന പ്രശ്നമില്ല. ഒപ്പിട്ടാല് ഞാൻ ചോദിക്കട്ടെ, ഈ പാമ്പ് ഇവരെ കടിച്ചു എന്ന് പറയുന്നതിന് ആരെങ്കിലും ദൃക്സാക്ഷിയുണ്ടോ? ഉണ്ട്. ആര്? ഞാൻ കണ്ടതാ. ഞാൻ കണ്ടതാ. നിങ്ങൾ കണ്ടത് വേറെ ആരും കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടതാ. അവൻ കണ്ടു. നിങ്ങൾ കണ്ടെന്ന് വേറെ ആരെങ്കിലും കണ്ടായിരുന്നു? പാമ്പ് കണ്ടു. ഈ പാമ്പ് കണ്ടെന്നുള്ളതിന് എന്താ തെളിവ്? മാളുണ്ടല്ലോ. ഏത് പൂക്കടക്കാരി മാളുവാ? മാളല്ല, പാമ്പിന്റെ മാളുണ്ടല്ലോ. മാളത്ത് കണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു ചോദിക്കട്ടെ, ഈ പാമ്പല്ലാതെ ആ മാളത്തിൽ വേറെ വല്ലതും ഉണ്ടായിരുന്നു? ഒരു പാമ്പും 4 കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. അരുൺ സാറേ മനസ്സിലായോ? അപ്പൊ പാമ്പല്ല, പാമ്പേ. അതെ സംഗതി. ഇപ്പൊ ഈ പാമ്പ് അതിനകത്തുണ്ടെന്നുള്ളത് എന്താണ് തെളിവ്? കാർ പോയി കൈയിട്ട് കൊത്തുമ്പോ അറിയാല്ല പാമ്പുണ്ടായില്ലെന്ന്. പാമ്പ് അതിനകത്ത് കിടന്നിട്ട് കാര്യമില്ല. പാമ്പിനെ എങ്ങനെയെങ്കിലും പുറത്തിറക്കണം. പുറത്തിറക്കിയാലേ നടക്കും. അതിനൊരു ഐഡിയ ഉണ്ട്. നമ്മളെ ഈ കച്ചേരിപ്പടി ജംഗ്ഷനിൽ സുധാകരൻ എന്ന് പറഞ്ഞൊരു വക്കീലുണ്ട്. പുള്ളിക്ക് ഒരു 500 ഫീസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പാമ്പിന്റെ മാളത്തിന് മുമ്പ് വന്ന് വാദിച്ച് ആ പാമ്പിനെ പുറത്തിറക്കി തരും. ഇത്ര വലിയ ഓഫീസർമാർ നടക്കാത്ത കാര്യമാണ്. പിന്നെ ഞാൻ ഇവിടെ പറയാം. ഇങ്ങനെയൊക്കെ പറഞ്ഞ അവർ ഒപ്പിട്ട് തരും. ഇവിടെ വന്നേ, ഈ സുധാകരൻ വക്കീലില്ലേ, പുള്ളി വേണ്ട കേശവൻ വക്കീലല്ലേ. സുധാകരൻ വക്കീല് 4 കേസ് തോറ്റി കിടക്കേ. നിന്നെ എവിടെ പാമ്പ് കൊത്തിയത്? കയ്യമ്മ. നിന്റെ കയ്യിലല്ല കൊത്തേണ്ടത്, നിന്റെ നിർഗന്ധലെ കൊത്തണമായിരുന്നു. തലയിലാ കൊത്തിയത്. സ്ലിപ്പായിട്ട് കയ്യിൽ വന്ന് വീണതാ. സാറേ ഒരു തീരുമാനം ഉണ്ടെങ്കിൽ എന്റെ പൈസ അവന്റെ കയ്യിലായിപ്പോ അതുകൊണ്ട് പറയുന്നത്. പാമ്പ് കടിച്ചെന്ന് പറഞ്ഞല്ലോ, ആ പാമ്പിന്റെ പേരെന്താ? ഈ ശശിധരൻ പിള്ള. ഇവിടെ ലോകത്തിനൊരു പാമ്പിന് ശശിധരൻ പിള്ള എന്ന് പേരില്ല. ഒന്നുകിൽ നീർക്കോലി, അല്ലെങ്കിൽ അണലി, അല്ലെങ്കിൽ മൂർഖൻ, അല്ലെങ്കിൽ രാജ് വെമ്പാല. ഇതൊക്കെയാണ് പാമ്പിന്റെ പേര്. തനിക്ക് ആദ്യം ആരെയൊക്കെ പിന്നെ ആദ്യം അയാളും ചോദിച്ചാൽ ഒരു ഓഫീസിൽ ഒരാൾ കയറി വരുമ്പോ മര്യാദക്കുള്ള സംസാരിക്കും. അല്ല ആദ്യം ചോദിക്കാൻ പറഞ്ഞു. പിന്നെ പാമ്പിന്റെ പേര്. പാമ്പ് അവനെ കടിച്ചെങ്കിലും വിഷം നിനക്കാണല്ലോടാ. നിനക്ക് തിന്നത്തിന്റെ കടിയാടാ. സാറേ ഞാൻ ഒരു കാര്യം പറയാം. ഈ പുള്ളി ചോദിക്കുന്ന ചോദ്യം ശരിയല്ല. സാറേ ഇങ്ങനെയാണോ ചോദ്യം ചോദിക്കുന്നത്? ഒന്നുകിൽ പാമ്പിന്റെ ഇനം ചോദിക്കണം, അല്ലെങ്കിൽ പാമ്പിന്റെ ജാതി ചോദിക്കണം. പാമ്പിന്റെ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ചിലപ്പോൾ നല്ല കാര്യം ഉണ്ടായ. സാറേ ഞാൻ ഒരു കാര്യം പറയാം. ഇന്നിപ്പോ ഞങ്ങൾ പോകാം, എന്നിട്ട് നാളെ വരുമ്പോ പാമ്പിന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ്, പാമ്പിന്റെ പോക്കുവരത്ത് സർട്ടിഫിക്കറ്റ്, പാമ്പിന്റെ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, പിന്നെ പാമ്പിന്റെ ആധാർ കാർഡ്, ഇതൊക്കെ ആയിട്ട് വന്നാ പൈസ തരുമോ? ഇവിടെ താൻ ഞങ്ങളെ വെറും പൊട്ടം കളിപ്പിക്കല് കേട്ടോ. ഈ പഞ്ചായത്തിൽ ഇരിക്കുന്നവരൊക്കെ വിവരവും വിദ്യാഭ്യാസം ഉള്ളവരാ. താൻ എന്നാ പറഞ്ഞേ? പാമ്പിന്റെ ആധാറോ? പാമ്പിന്റെ ആധാർ മാത്രം പോരാ, ആ ആധാർ പാമ്പിന്റെ ഫോണുമായിട്ട് ലിങ്ക് ചെയ്യണം. അങ്ങനെ ഉണ്ടാലേ ഇത് കിട്ടുള്ളൂ. അത് മാത്രമല്ല, പാം കാർഡ് കൂടെ കൊണ്ടുവരേണ്ടി വരും. പാം കാർഡാ? പാൻ കാർഡല്ലേ? പാൻ കാർഡ് നമുക്ക്, പാമ്പിൽ പാം കാർഡ്. സാറേ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം സാറേ, ഇത് പ്ലീസ് സാറേ. എന്നാലും ഈ ഫയൽ ഞാൻ ഒപ്പിടുന്ന പ്രശ്നമില്ല, ഞാൻ ഒപ്പിടത്തില്ല. സാറേ സാറെങ്കിലും ഒന്ന് പറ സാറേ. സംഭവം നമ്മൾ ഈ ഒരു സിറ്റുവേഷനില്
നമ്മൾ സാധാരണ കഴിഞ്ഞ മാസം പൂച്ച കടിച്ചിട്ട് ആൾ വന്നിരുന്നല്ലോ. ആ. അന്ന് ശരിക്കും പൂച്ചയോടെ കൊണ്ടുവന്നായിരുന്നു. കൊണ്ടുവന്നു. ഒരു പേർഷ്യൻ കാറ്റ്. അയ്യോ നല്ല ക്യൂട്ട് പൂച്ചയല്ലേ. അതെ അതെ അപ്പൊ എന്തോ ഞങ്ങളിപ്പോ കടിച്ച പാമ്പിനെ കൊണ്ടുവരണമെന്നാണ് നിങ്ങൾ ഈ പറഞ്ഞു വരുന്നത്. വേണ്ടിവരും. കടിച്ച പാമ്പിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞാൻ ഫയൽ ഒപ്പിടാം. ഇത് നടക്കുന്ന കാര്യമല്ല, ഇതിന്റെ കാര്യം. ഇതൊക്കെ ഇവിടം വരെ എത്തുമെന്നൊക്കെ എനിക്കറിയാം. അതിന്റെ പേരിൽ നമ്മുടെ കൂട്ടുകാരൻ പ്രവീണില്ലേ, പ്രവീണിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളെ കടിച്ച പാമ്പിന് പകരം ഒരു റബ്ബർ പാമ്പിനെ കൊണ്ടുവരണം. അതിങ്ങനെ പിടപ്പിച്ചിട്ട് കൊടുത്താൽ പേടിച്ചോളും. ഇതൊക്കെ വർക്കൗട്ട് ആവോടെ. പിന്നെ വർക്കൗട്ട് ആവും. ആണാ? പിന്നെ എന്നാ പ്രവീണ് വിളി. സെക്രട്ടറിയെ ഞാൻ ഇന്ന് ഇച്ചിരി നേരത്തെ പോകുവേ. എന്നാ നേരത്തെ പോകാത്തത്? ഉം. ആഹാ പ്രസിഡന്റ്. ഓഹോ സെക്രട്ടറി. അതെ വന്നല്ല ഗോപി ഇത് വന്നേ, നിന്റെ എല്ലാ പ്രശ്നത്തിനും ഇന്ന് പരിഹാരം ഉണ്ടാകും. രക്ഷപ്പെട്ടു. എന്റെ പൈസ വേഗം തരും. സംഭവം കിട്ടി. സംഭവം കിട്ടിയ ഇത് അതല്ലെന്ന്, നീ നേരത്തെ വിളിച്ചോ പറഞ്ഞില്ല ഒരു റബ്ബർ പാമ്പിനെ കൊണ്ടുവരണോന്ന്. ആ പറഞ്ഞില്ല. റബ്ബർ പാമ്പിന് വരെ ഒറിജിനൽ പാമ്പിനെ തന്നെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അയ്യോ ഒറിജിനൽ പാമ്പോ? നീ പേടിക്കണ്ട, കൂടെ തമ്പുരാട്ടിയുണ്ട്. ഏതില്ലത്താ തമ്പുരാട്ടിയല്ല, പാമ്പാട്ടിയുണ്ട്. ഏത് ആട്ടിയാണെങ്കിലും കുഴപ്പമില്ല, വേഗം വിളിക്ക്. അതെ രാജാ ആവോ. എന്റെ ഈ പുള്ളി പാമ്പുളിയെ ഒഴുകിയിട്ടുണ്ടാ? ഈ പുള്ളി എന്തിനാ ഇങ്ങനെ പറഞ്ഞേ? നീ ഞാൻ ഒരു വിധത്തിൽ കൊണ്ടുവന്നതാ. ഇതാണ് പാമ്പാടി രാജൻ. അത് ആനയല്ലേ? ഈടാ അത് പാമ്പാടി രാജൻ, ഇത് പാമ്പാട്ടി രാജൻ. ഏത് ആട്ടി രാജനാണെന്നുണ്ടെങ്കിലും കടിച്ച പാമ്പിനെ കൊണ്ടുവന്നിട്ടുണ്ടാ? കടിച്ച പാമ്പും കടിക്കാത്ത പാമ്പൊക്കെ സ്റ്റോക്കാ. ദൈവമേ, സ്ട്രോക്ക് വന്ന് തളർന്ന പാമ്പിനെയാണ് കൊണ്ടുവന്നേക്കുന്നത്. സ്ട്രോക്ക് അല്ലെന്ന്, പാമ്പിനകത്ത് റെഡിയാണ്. എല്ലാം റെഡിയാണ്. റെഡിയാണ്. സൂക്ഷിച്ചു കൊണ്ടുപോണേ സാറേ, കടിച്ച പാമ്പിനെ കൊണ്ടുവന്ന് ഒപ്പിട്ട് തരുമെന്ന് പറഞ്ഞില്ലേ? കടിച്ച പാമ്പിനെ കൊണ്ടുവന്ന് ഒപ്പിട്ട് തരുമെന്ന് പറഞ്ഞാൽ ഒപ്പിട്ട് തരും. പൈസ കിട്ടുമല്ലോ. പൈസ കിട്ടും. ഇതാണ് ആ പാമ്പ്. പോയോ? ആഹാ വെള്ളപ്പൊക്കത്തിന്റെ ഫണ്ട് റിലീസ് ആകുന്നതിന് മുമ്പ് തന്നെ വെള്ളപ്പൊക്കം വന്ന പോലെ എല്ലാരും പൊക്കത്ത് കയറിയിരിക്കുന്നേ. ഇത് വൃത്തിയോട് കാണിച്ച് അടിച്ച ചെകിട് പൊളിക്കും. എന്ത്? ആർക്ക് ഭ്രാന്ത്? എവിടെ? പാമ്പിനെ പിടിക്കണം. പാമ്പിനെ പിടിക്കണം. നോക്കിക്കത് പാമ്പിനെ പിടിക്കണം. പാമ്പിനെ പിടിക്കടാ. നീ അല്ലടാ പാമ്പിനെ പിടിക്കണം. എന്റെ സെക്രട്ടറി ഒന്ന് ഒപ്പിട്ട് കൊടുത്തിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകുമായിരുന്നു. ഇപ്പൊ നിങ്ങളുടെ ഒരു അനാഥ കാരണം എന്നെ പാമ്പ് കൊത്തി ചാകത്തില്ലായിരുന്നു. ഞങ്ങളെ ജീവനൊന്നും ഒരു വിലയില്ല. നിങ്ങൾ ഒപ്പിട്ടോടാ ആദ്യം. അതൊന്ന് ഒപ്പിട്ട് കൊടുക്ക സെക്രട്ടറി. മര്യാദയ്ക്ക് ഒപ്പിട് സെക്രട്ടറി. ഒപ്പിട്. വേണ്ട, ഞാൻ ഒപ്പിട്ട് കൊടുത്താൽ അങ്ങോട്ട് ഒപ്പിട്. പ്രശ്നം തീർന്നല്ലോ. ഒപ്പിടാൻ പറ്റും സാറേ. സാറേ, ഈ പട്ടി കടിച്ചവർക്ക് പഞ്ചായത്തിൽ ധനസഹായം ഉണ്ടോ? പേപ്പട്ടി കടിച്ചു കഴിഞ്ഞാൽ പഞ്ചായത്തിന് ധനസഹായം ഉണ്ട്. എന്നാ സാർ ഒരു പേപ്പറിൽ കൂടെ ഒപ്പിടേണ്ടി വരും. അത് ഏത് പേപ്പർ? സാറേ, ഇപ്പൊ ഇവിടെ നിന്ന് പോയില്ലേ ഗോപി, അവൻ പോകുന്ന വഴിക്ക് അവനെ തെരുവുനായ കടിച്ചു സാറേ. ദൈവമേ, ഇടിവെട്ടിവനെ പാമ്പ് കടിച്ചോ? അല്ല സാറേ, പാമ്പ് കടിച്ചവരെ പട്ടി കടിച്ച്. ഞങ്ങളുടെ ആള് വന്നേ. ഡാൻസിലാണല്ലോ. സൂപ്പർ. പാട്ട് നിർത്തിയാലേ അവർക്ക് നിർത്താൻ പറ്റുള്ളൂ. നിങ്ങളോടല്ല ഹായ് പറഞ്ഞു, ഞാൻ ഫിഷിച്ചേട്ടനോട് ഹായ് പറഞ്ഞു. സ്ഥിര ഐറ്റം ആട്ടോ. എനിക്ക് ഫിഷിച്ചേട്ടനെ ഭയങ്കര ഇഷ്ടം. പക്ഷെ എനിക്ക് നിന്നെ അതിനേക്കാൾ ഇഷ്ടം. അവരെ നിങ്ങൾ രണ്ടുപേരും ഇഷ്ടപ്പെട്ടതാ ചായക്ക് പോണിട്ടേല് കണ്ട മുതലേ ഇഷ്ടം. എനിക്ക് അതിന് പണ്ടേ ഇഷ്ടം. മോള് ജനിക്കുന്നതിന് മുമ്പ് എനിക്ക് ഇഷ്ടം. അല്ല, ഇതെന്താ ഫിഷ്ചേട്ടനോട് ഇങ്ങനെ ഇഷ്ടം വരാൻ കാര്യം? ഫിഷിച്ചേട്ടൻ നല്ല കോമഡി കോയാണെന്നോ? ഫിഷിച്ചേട്ടൻ നല്ല കോയാണെന്നോ? പിന്നെ ഒരു സർപ്രൈസ് ഉണ്ട് ഫിഷിച്ചേട്ടന്. ഫിഷിച്ചേട്ടൻ അതാണ് വേണ്ടത്. ഫിഷിച്ചേട്ടൻ അറിയാവുന്ന ഒരു സ്റ്റാൻഡപ്പ് കോമഡി ആയിട്ടാണ്. ആണ്. അത് നീയാണോ ചെയ്യുന്നത്? നീ കൊണ്ടുവന്നവരാണോ ചെയ്യുന്നത്? അതെന്താ എനിക്ക് ചെയ്യാൻ പാടില്ല? അല്ല, നിനക്ക് ചെയ്യാം. അതെന്താന്നറിയോ? അതൊരു ഗംഭീര സംഭവമാണ്. ദൈവമേ, ഇത് എന്തൊക്കെ കാണുന്നത്? അതെന്താണ് അറിയണോ? അറിയണം. പറഞ്ഞുതരട്ടെ. All the dreams like twinkle stars. ഒരു വലിയ സംഭവമാണ്. ഇതുവരെ ആരും ചെയ്യാത്ത കണ്ടന്റ്. ആ രമേശ് പിഷാരടി
പിഷാരടി. ഞാൻ കണ്ടന്റ് ആയല്ലോ. കോമഡി ആയിട്ട് ബന്ധപ്പെട്ടൊരു പേരാണ് പിശിച്ചേന്റെ. രമേശ് പിഷാരടി. കോമഡി പിഷാരടി. പിഷാരടി കോമഡി പിഷാരടി. ഇതിനിടയിൽ ഒരാൾ വന്നിട്ട് പിഷാരടി എന്നുള്ളതിനെ തെറ്റിദ്ധരിച്ചിട്ട് ഹലോ പാരടി അല്ലേ നിങ്ങളൊന്ന് പാടിക്കേ. കോമഡി പിഷാരടി പിഷാരടി. ഇതെങ്കിലും ഒന്ന് വീട്ടാറിന് പറ. കോമഡി പിഷാരടി പിഷാരടി കോമഡി പിഷാ കോമഡി. ഇപ്പൊ വലിയൊരു കോമഡി ആയല്ലോ. പക്ഷെ വേറെ കാര്യം പറയട്ടെ, ഈ കുട്ടി ജനിച്ചപ്പോ ഇവളുടെ അച്ഛനും അമ്മയ്ക്ക് അറിയായിരുന്നു ഇവള് മിന്നെന്ന്. അതുകൊണ്ട് ഇവൾക്ക് മിന്നു എന്ന് പേര്. മിന്നും മിന്നി മിന്നും മിന്നു. അടുത്ത കോമഡി ആക്കട്ടെ നിന്റെ. ഞാൻ ഫുഡ് കഴിക്കാതിരുന്നപ്പം അമ്മ എനിക്ക് പറഞ്ഞായിരുന്നു ഡോറ ബുജിയുടെ കഥയാണ്. പക്ഷെ ഇപ്പൊ എനിക്ക് പറഞ്ഞു തരുന്നത് ഫുഡ് കഴിക്കാതിരിക്കുമ്പോ പിശിച്ചേണ്ട കഥയാണ്. അതാണ് ഇപ്പൊ ഡോറ ബുജിയുടെ സ്ഥാനത്ത് എനിക്ക് പിശിച്ചേരനാണ്. വരൂ, നമുക്കൊരു പ്രയാണം തുടങ്ങിയാലോ? യാത്ര പോവാം. എന്ത് കിട്ടിയാലും അത് കഥയാക്കി മാറ്റും. അതുകൊണ്ടല്ലേ ട്രിവാൻഡ്രത്ത് വരുന്ന മെട്രോ ഇപ്പൊ കൊച്ചിയിലാക്കിയത്. പിശിച്ചേട്ടൻ പറഞ്ഞു പറഞ്ഞ അതെ 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 മനസ്സിലായോ? കഥ പറയുന്ന ഇച്ചിരി പാടുള്ള പണിയാണെന്ന്. അത് മനസ്സിലായാ മതി. പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ആ വാതിലിന്റെ അപ്പുറത്ത് വെച്ചിട്ട് മോക്ക് ഇത് മുഴുവൻ പറഞ്ഞു തന്നത് ഉല്ലാസ് പന്തളം എന്ന് പറഞ്ഞ മാമനല്ലേ? ഉല്ലാസ് പന്തള എന്താ എന്ന് പറഞ്ഞു? ആ ഉല്ലാസ് പള്ളത്തിനെ ഞാൻ പിടിച്ചു എന്ന് പറഞ്ഞു കേട്ടോ. അവൻ അവിടെ ഇരിപ്പുണ്ട്, ഞാൻ പിടിച്ചോളാം ഉല്ലാസ് പന്തളത്തിനെ. അല്ല മിന്നു, ഇവിടെ കുറച്ച് ആളുകൾ നമുക്കിപ്പോ വേണമല്ലോ. ആരെങ്കിലും ഉണ്ടോ നമുക്കിവിടെ പെർഫോം ചെയ്യാനായിട്ട്? നമ്മുടെ സ്വന്തം ആള് വിളിച്ചോളൂ. ഹലോ, ഹായ്. ഞാൻ നെട്ടൂരിന്ന് ശ്രീലക്ഷ്മി. സ്റ്റാൻഡപ്പ് തുടങ്ങിയ പിന്നത് നട്ടൂരിപ്പോയ ശ്രീലക്ഷ്മി എന്ന് ഞാൻ ആക്കിയായിരുന്നു. അപ്പോ ഈ സൂര്യനെ കൊണ്ട് ഉണങ്ങുന്ന തുണിക്കും ഫോട്ടോസിന്തസിസ് ചെയ്യുന്ന ചെടികൾക്കും അല്ലാതെ വേറെ എന്തെങ്കിലും ഉപയോഗം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? വെളിച്ചം കിട്ടും, ലൈറ്റ് കിട്ടും. ചേച്ചിക്ക് ഫോട്ടോസിന്തസിസ് എന്താണെന്നറിയാവോ? പണ്ട് പഠിച്ചിട്ടുള്ള സാധനമല്ലേ, ബ്ലൂ ലിറ്റ്മസ് ടേൺസ്. ആ സംഭവം അല്ലേ, മറ്റേ ബ്ലൂ ലിറ്റ്മസ് ടേൺസ് റെഡ്, റെഡ് ലിറ്റ്മസ് ടേൺസ് ബ്ലൂ. ആ സംഭവം. നീ എന്ത് തേങ്ങയാടി പറയുന്നേ? പ്രകാശ സംശ്ലേഷണം എന്നാണ് മലയാളം. അത് ചെടികൾ സൂര്യപ്രകാശം വെച്ച് ഫുഡ് പാചകം ചെയ്യുന്ന ഫോട്ടോസിന്തസിസ്. കറക്റ്റ്. അപ്പൊ ഈ സൂര്യൻ കൊണ്ടുള്ള ഉപയോഗം സമ്മർ വെക്കേഷൻ കാലത്ത് കുട്ടികൾക്കാണ്. കാരണം സൂര്യൻ ഉള്ളത് കൊണ്ടാണല്ലോ സമ്മർ വെക്കേഷൻ ഉള്ളത്. ഈ സമ്മർ വെക്കേഷൻ ഒക്കെ എനിക്ക് തുടങ്ങിയാല് എന്റെ അമ്മേനെ ബ്രെയിൻ ഡെവലപ്മെന്റ്, ക്രിയേറ്റീവ് തിങ്കിങ് വർദ്ധിപ്പിക്കാൻ, കലാപരമായ ചിന്തകൾ വർദ്ധിപ്പിക്കാൻ എന്നൊക്കെ പറഞ്ഞ് ഓരോ വെക്കേഷൻ ക്ലാസ്സുകളിൽ കൊണ്ട് വിടും. അപ്പം വീട്ടിലെ ഷവർ ഇച്ചിരി കട്ടിയായിട്ട് തുറന്ന ശ്വാസം മുട്ടുന്നോണ്ട് ഞാൻ ബക്കറ്റിൽ നിന്ന് കോരി കുളിക്കാറാണ് പതിവ്. എന്നെ ആദ്യം കൊണ്ട് ചേർക്കുന്നത് നീന്തൽ ക്ലാസ്സിന്. മാത്സ് എക്സാമിന് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി തലകുത്തി നിന്ന് പാസ് മാർക്ക് കിട്ടുന്ന എന്നെ കൊണ്ട് അബാക്കസിന് ചേർക്കുന്നു. തൃപ്തിയായി എനിക്ക്. ഇപ്പൊ നിങ്ങക്ക് എന്റെ അമ്മയുടെ കാര്യമൊക്കെ മനസ്സിലായി കാണുമല്ലോ. പക്ഷെ ഈ വർഷം എന്റെ അച്ഛൻ 4 കോടി പേരുടെ കൂടെ കിങ്കിളി റമ്മി കളിക്കാൻ പോയിട്ട് സാമ്പത്തിക ഞെരുക്കത്തിലായതുകൊണ്ട് ജീവിതം പഠിപ്പിക്കാൻ വേണ്ടി എന്നെ മുത്തശ്ശന്റെ അടുത്തോട്ട് വിടാൻ അവർ തീരുമാനിച്ചു. അച്ഛന്റെ റമ്മി കളിയും ഞാൻ ജീവിതം പഠിക്കുന്നത് എന്തിനാന്ന് മനസ്സിലാവാനുണ്ട് ഇപ്പോഴും. അതൊരു വലിയ ചോദ്യമാണ്. ഇന്ത്യ വൺസ് ടു നോ എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പൊ ഈ മുത്തശ്ശന്റെ നാട്ടിൽ പോവാൻ വേണ്ടി അമ്മ എന്നെ ഇടയ്ക്ക് ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യും. കണ്ണി മാങ്ങ പറിച്ചു നടക്കാം, കുന്നി മഞ്ചാടി കുന്നിലേറാം. എന്ത് മഞ്ചാടിക്കുന്നി, എന്ത് കണ്ണിമാങ്ങ ഈ കാലത്ത്. ഇപ്പോഴത്തെ വീട്ടിലായാലും നാട്ടിലായാലും പിള്ളേരുടെ അവസ്ഥ ഫോൺ തോണ്ടിക്കൊണ്ടിരിക്കാം, ഇൻസ്റ്റാ നെറ്റ്ഫ്ലിക്സ് കണ്ട് രസിക്കാം, പിന്നെ ബോറടിച്ച് തള്ളി നീക്കാം. അമ്മ ജോലി തിരക്കുകളിലാണ്, അച്ഛൻ മറ്റേ ഞെരുക്കത്തിലാണ്. ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ ആന്റിയുടെ നാടും എന്റെ മുത്തശ്ശന്റെ നാടും ഒന്നായതുകൊണ്ട് അമ്മ ചെറുതായിട്ടൊന്ന് ചോദിച്ചു, സൂസൻ ചേച്ചി എന്റെ ഞാൻ കൂടെ കൊണ്ടുക്കോളാം അവളെ എന്ന് പറഞ്ഞോണ്ട് എന്നെ കൂട്ടിക്കൊണ്ട് പുള്ളിക്കാരിങ്ങ് പോന്നു. പുള്ളിക്കാരിക്കാണെങ്കിൽ വെട്ടില് പോലെ നിക്കറുടെ ഇഷ്ടമില്ലാത്തൊരു ചെക്കനും ഉണ്ട്. അങ്ങനെ ഞങ്ങളൊരു സ്ലീപ്പർ ട്രെയിൻ ടിക്കറ്റ് ഒക്കെ എടുത്ത് ഞങ്ങൾ പോവാ. കിടന്നുറങ്ങി രാവിലെ അപ്പം ഞാൻ സ്വപ്നം കണ്ടു എന്നെ ആരോ വെള്ളം തളിച്ച് എണീപ്പിക്കുന്നതായിട്ട്. ദൈവം സഹായിച്ച് ഞാൻ വായിക്ക് മുമ്പ് കണ്ണു തുറന്നത് നന്നായി. ഇല്ല, ആ മോളി കിടക്കുന്ന വെട്ടിലിന്റെ മൂത്രം എന്റെ വാകിയിൽ കൊയണാനെ. എന്തൊക്കെ പറഞ്ഞാലും ഉണ്ണിമൂത്രം പുണ്യാഹം എന്നാണല്ലോ. അങ്ങനെ ഞങ്ങള് ട്രെയിനിലെ നാട്ടിലൊക്കെ എത്തി. ബസ്സിൽ നിന്ന് ഇങ്ങനെ നാട്ടിലോട്ട് ഇറങ്ങി കിഴക്കേപ്പാടം എന്ന അതിമനോഹരമായ ഗ്രാമത്തിന് 130 കിലോമീറ്റർ അപ്പുറം ഒരു ബന്ധവും ഇല്ലാത്തൊരു നാട്. അതാണ് എന്റെ മുത്തശ്ശന്റെ നാട്. ഇപ്പം മുത്തശ്ശനെ കുറിച്ച് എനിക്ക് പറയണമെങ്കിലുണ്ടല്ലോ,
സ്ഫടികം സിനിമ നിങ്ങൾ എല്ലാരും കണ്ടിട്ടില്ലേ? അതിലെ ചാക്കോ മാഷിനെ കാണുമ്പോ ഞാൻ ആലോചിക്കും, ഇങ്ങനെ എവിടെയോ കണ്ട് പരിചയമുണ്ടല്ലോ. അതാണ് എന്റെ മുത്തശ്ശൻ. ഒരു ചാക്കോ മാഷ് അൾട്രാ പ്രോ മാക്സ് ആണ് എന്റെ മുത്തശ്ശൻ. പുള്ളിക്കാരൻ മറ്റേ സോപ്പ് വെട്ടി എടുത്ത് തട്ടുമോളിൽ ഇടുവായിരുന്നെങ്കിൽ എന്റെ മുത്തശ്ശൻ ഞാനും കസിൻസും കൂടി ഉണ്ടാക്കിയ മോഡേൺ ആർട്ട് എടുത്ത് കത്തിച്ചു കളയായിരുന്നു. നാട്ടിലെ അടുത്ത ക്യാരക്ടറാണ് എന്റെ ഗൾഫുകാരൻ ചിറ്റപ്പൻ. പുള്ളിക്കാരൻ കൊണ്ടിരുന്ന ഈ ടൈഗർ ബാമും കോടാലി തൈലവും ഒക്കെ കൊണ്ടുവന്ന് കഴിയുമ്പോഴാണ് വീട്ടിലെ എന്റെ മുത്തശ്ശിയുടെ ജാമ്പവാന്റെ കാലത്ത് തൈലത്തിന്റെ നാറ്റത്തിൽ നിന്നൊരു ആശ്വാസം കിട്ടുന്നത്. പുള്ളിക്കാരൻ പെട്ടി പൊട്ടിച്ചപ്പം ഒരു സ്പെഷ്യൽ കുപ്പി. ഏത് ചാക്കോമാഷ കുപ്പിക്ക് നോ പറയാ? അങ്ങനെ ചാക്കോമാഷിനൊരു ഐഡിയ തോന്നി, നമുക്കിത് ഇച്ചിരി നൊസ്റ്റാൾജിക് ആയിട്ട് കരിക്കുമെള്ളമൊക്കെ കൂട്ടി അടിച്ചാലോ എന്ന്. അതിന് ടച്ചിങ്സ് ആയിട്ട് തൊട്ടപ്പുറത്തെ വീട്ടിലെ മാവിന് കല്ലെറിഞ്ഞ് മാങ്ങ വീഴ്ത്തി അത് ഇച്ചിരി മുളക് പൊടിയൊക്കെ ചതച്ചു കൂട്ടി ടച്ചിങ്സ് ആയിട്ടും കഴിക്കാൻ അങ്ങ് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ കല്ലൊക്കെ എടുത്തു അപ്പുറത്തെ വീട്ടിലോട്ട് എറിയോടെറി മാവിനോട്ട്. മാങ്ങയാണെങ്കിൽ വീഴുന്നുമില്ല, എറിയുന്ന കല്ല് എങ്ങോട്ടാ പോകുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. അങ്ങനെ 2 ദിവസമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പം വീടിന്റെ ഫ്രണ്ടില് പോലീസ് വണ്ടി വന്ന് നിർത്തി. ഞങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് കാര്യം മനസ്സിലായത്. എറിഞ്ഞ കല്ലെല്ലാം ചെന്ന് കൊണ്ടുവരുന്നത് അപ്പുറത്തെ വീട്ടിൽ കുളത്തിൽ കുളിച്ച ചേച്ചിയും ചേച്ചിയുടെ മകളുടെ മേത്തുമായിരുന്നു. പിന്നെ ഞങ്ങൾ കണ്ടത് ചിറ്റപ്പന്റെ കയ്യിൽ 2 സിൽവർ വള ഇടിച്ചോണ്ട് അവര് കൊണ്ടുപോകുന്നതാണ്. എന്തായാലും ഒരാഴ്ചക്ക് വന്ന പാർട്ടി ഇപ്പോഴും നാട്ടിൽ അവിടെ ഇരിപ്പുണ്ട്. മറ്റേ ലീവ് കൊടുക്കാത്ത അറബി ഉണ്ടല്ലോ, തിരിച്ചു കയറ്റിയില്ല പുള്ളിക്കാരനെ. എന്റെ മുത്തശ്ശിക്കും വലിയ പ്രശ്നമാണ് ഞങ്ങൾ കാരണം. പുള്ളിക്കാരിയുടെ ഫേവറേറ്റ് സാധനമാണ് സീരിയല്. സീരിയല് കാണാതെ ഇരിക്കാനേ പറ്റില്ല. ഞങ്ങൾ എല്ലാവരും വന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് നടക്കത്തില്ല. കാരണം ഞങ്ങളുടെ സിനിമയും കാർട്ടൂണും കഴിഞ്ഞിട്ട് സീരിയല് കാണാൻ സമയമില്ല. അപ്പൊ ഞങ്ങൾ തമ്മിൽ വലിയൊരു അടി ഉണ്ടായി. ഒരു റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് ശേഷം ഒരു വേൾഡ് വാർ 3 നടക്കണ്ട എന്ന് വിചാരിച്ച് ഞങ്ങള് എല്ലാരും കൂടെ വട്ടമേശ സമ്മേളനമൊക്കെ നടത്തി ഒരു കരാറുണ്ടാക്കി. എന്താണെന്നറിയോ? സൺ മൂൺ കരാർ. മനസ്സിലായോ? എനി ഐഡിയാസ്? സൺ വരുന്ന സമയത്ത് ടിവിയുടെ റിമോട്ട് ഞങ്ങളുടെ കയ്യിലും, മൂൺ വരുന്ന സമയത്ത് ടിവിയുടെ റിമോട്ട് മുത്തശ്ശിയുടെ കയ്യിലും. വീട്ടിലെ പ്രശ്നങ്ങളെ അവസാനിച്ചതോടെ. അങ്ങനെ എന്റെ വെക്കേഷനൊക്കെ കഴിഞ്ഞെത്തി. എന്ത് ചെയ്യാനാ? ഇപ്പൊ ഉണ്ടല്ലോ, ദൈവം എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് നിനക്ക് എന്ത് വരവാ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ എന്ത് പറയുന്നറിയോ? എനിക്ക് എത്രയും വേഗം കല്യാണം കഴിച്ച് 2 പിള്ളേരുണ്ടാവണം. എന്നിട്ട് അവരെ ഞാൻ ഇതേപോലെ വെക്കേഷന് വിടും. ശ്രീലക്ഷ്മി, ഹലോ. നല്ല രസമുണ്ടായിരുന്നു ശ്രീലക്ഷ്മിയുടെ വർത്താനം കേട്ടിരിക്കാൻ വേണ്ടി. സൂപ്പർ ആയിരുന്നു കേട്ടോ. വെക്കേഷൻ കഥയൊക്കെ ശരിക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ റീകളക്ട് ചെയ്തപ്പോ ശരിയാണ്. ഈ മഞ്ചാടിക്കുരു ഒന്നും ഇപ്പൊ കാണാൻ കൂടി കിട്ടുന്നില്ല. ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോ കുട്ടിക്കാലത്തൊക്കെ ഉണ്ടായിരുന്നോ? എന്റെ കുട്ടിക്കാലത്തൊക്കെ ഫോൺ വന്നു കഴിഞ്ഞായിരുന്നു. നീ മഞ്ചാടിക്കുരു വെറുക്കുന്ന ബാല്യം ഉണ്ടായിരുന്ന ആളാ അല്ലേ? അല്ലല്ല. അതെ, എലീന ഫീൽഡിൽ വരുമ്പോ കബീർ പൊന്നമ്മ ബാലതാരമാണ്. എങ്കിൽ പിന്നെ എനിക്ക് ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്യണം. ബിക്കോസ് എന്റെ ഈ ചാർമം, എന്റെ ഈ ലുക്ക്. സോപ്പിട്ട് കഴുകിട്ട് വാ. ഒരു എപ്പിസോഡ് ഞാൻ വേണം ഫുള്ള് മേക്കപ്പ് റിമൂവ് ചെയ്ത് വന്നിരിക്കാം. ധൈര്യമുണ്ട് വേറെ ആർക്കെങ്കിലും അങ്ങനെ വന്നിരിക്കാൻ? ഞങ്ങളൊന്നും ചെയ്തിട്ടേ ഇല്ല. ഞങ്ങൾ എന്ത് മേക്കപ്പ് ചെയ്തിരിക്കുന്നത്? ഈ മുടിയൊക്കെ സ്ട്രേറ്റ് ചെയ്ത് കുളിച്ചു കഴിഞ്ഞാൽ ഇരിക്കുന്നതാണ്. എങ്ങനെയാണ് സ്ട്രേറ്റ് വലിച്ചു ചെയ്ത് വെച്ചേക്കുവാ? പോട്ടെ, കൊച്ചവിടെ നിൽക്കുന്നത്. അതെ, കൊച്ചവിടെ നിൽക്കുന്നത്. അതായത് ഈ ശ്രീലക്ഷ്മി ഇപ്പൊ കുറെ നേരമായിട്ട് അവളുടെ മുത്തച്ഛന്റെ വീട്ടിൽ കൊണ്ടാക്കി. മുത്തച്ഛൻ ജാക്കോ മാഷ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇവളുടെ മുത്തച്ഛൻ ജാക്കോ മാഷ് എന്ന് പറയുന്നത് എന്റെ അച്ഛനാ. അച്ഛനെ പറ്റിയാണ് ഇവളി കോമഡി ഉണ്ടാക്കി പറയുന്നത്. അതായത് ഇവള് എന്റെ ചേട്ടന്റെ മോളാണ്. സീരിയസ് ആയിട്ട് പറഞ്ഞാണോ? അങ്ങനെയുണ്ട്. അതെ, എന്റെ ചേട്ടന്റെ മോളാണ് ശ്രീലക്ഷ്മി. അങ്ങനെയാണല്ലോ ഒരു ചോദ്യം. ഈ രംഗത്തേക്ക് അല്ലെങ്കിൽ ഈ ഒരു തമാശ മേഖലയിലേക്ക് വരാൻ ഈ ചേട്ടനാണോ കാരണക്കാരൻ? അത് അവളുടെ വീട്ടിൽ നിന്ന് തന്നെയുള്ള. നീ പറയരുത്. ശരി, പുള്ളിക്കാരി പറയണം. പുള്ളിക്കാരൻ വൺ ഓഫ് ദ മെയിൻ റീസൺസ് തന്നെയാണ്. പിന്നെ തന്നെ ഉള്ളതുണ്ട്. അപ്പൊ ഈ ചേട്ടനാണ് ആരെ ബന്ധപ്പെരൊക്കെ? ചിറ്റപ്പൻ ചളിയാണെന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ട്. പലപ്പോഴും അതിനകത്തുണ്ടല്ല. അതിനകത്തിടുന്നുണ്ട്. ഞാനങ്ങനെ അതിലൊന്നും ഇടപെട്ടിട്ടേ ഇല്ല. ഒരു വിധത്തിൽപ്പെട്ട പിന്തുണകൾ ഇതുവരെ കൊടുത്തിട്ടില്ല. അവള് തന്നെത്താൻ പഠിക്കുന്നതും വരുന്നതൊക്കെയാണ്. ശ്രീലക്ഷ്മി പറച്ചിൽ ഇച്ചിരി വോയിസ് ഓവർ പോലെ ആകുന്നുണ്ട് കേട്ടോ ചില സമയത്ത്. ഇപ്പൊ ഈയിടെയായിട്ട് ശ്രീലക്ഷ്മി നല്ല വിഷയമൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ടെങ്കിലും നമ്മള് ഈ വോയിസ് ഓവർ പറയുന്ന ആൾ എല്ലാ അക്ഷരവും പറയുമല്ലോ. കാരണം അവന്റെ മുഖം ഇല്ലാത്ത കാരണം അത് കൃത്യമായിട്ട് അവന് പറയണമല്ലോ. അങ്ങനെ ഞാൻ എന്റെ ചിറ്റപ്പന്റെ വീട്ടിൽ പോയി. അങ്ങനെ പോയ സമയത്ത് എന്ന് പറഞ്ഞ് അത് അങ്ങനെ എന്റെ ചിറ്റപ്പന്റെ വീട്ടിൽ പോയി എന്ന് പറയുന്നതിന്റെ ഒരു സ്വാഭാവികത ഉണ്ടല്ലോ. അതൊരു തുള്ളിക്ക്
കുറയുന്നുണ്ട്. നമ്മൾ ശ്രീലക്ഷ്മി പറയുമ്പോൾ ഒട്ടും ആലോചിക്കുന്നില്ല, തോട്ട് പ്രോസസ്സ് നടക്കുന്ന മുഖത്ത് വരുന്നില്ല, കാര്യങ്ങളൊക്കെ നല്ല ഫ്ലോ ആയിട്ട് പോകുന്നുണ്ട്. ചെറിയ ഫോർമൽ ആകുന്നുണ്ട് പറച്ചിലും തോന്നി. അത് മാത്രം ഒന്ന് കൺട്രോൾ ചെയ്താൽ നല്ലതായിരിക്കും. ചിറ്റപ്പന്റെ മുന്നിൽ നിന്ന് പറയുമ്പോ അതുണ്ടാവും. കുറച്ചൊന്ന് വലിച്ചു പിടിച്ചതാ. ചെറിയൊരു ടെൻഷൻ അങ്ങനെ സൈഡിൽ കൂടി നിൽക്കുന്ന ഇത് ഭയങ്കര അത്ഭുതമായി, സർപ്രൈസിംഗ്. നല്ല രസമായിട്ടുള്ള പ്രസന്റേഷൻ ആയിരുന്നു കേട്ടോ. എന്റെ ഫ്യൂച്ചറിൽ എന്താവണം, സിനിമയിലേക്ക് അഭിനയിക്കണം എന്ന് അങ്ങനെയൊക്കെ ഉണ്ടോ? ചേച്ചിയുടെ പരിപാടി ഏറ്റെടുക്കണം എന്നുണ്ട്. ആങ്കറിങ്. ദൈവമേ, കൊച്ചു കുട്ടികൾ വരെ വരുന്ന എല്ലാവരും ഇത് തന്നെയാണോ? ഇത് ഇൻഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ പറഞ്ഞു വിടുന്നതാണോ? ലീന പോകണം, വേറെ ആൾക്കാർക്ക് വരണം, അങ്ങനെ എന്തെങ്കിലും ആണോ? അല്ല, ആങ്കറിങ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നാണോ? ആക്ച്വലി വലിയ ആങ്കറിങ്ങിനൊന്നും ഇപ്പൊ വലിയ സ്കോപ്പ് ഒന്നും ഇല്ല. സിനിമയാണ് നല്ല സ്കോപ്പുള്ള ഫീൽഡ്. യു നോ റൈറ്റ്, വെൻ യു ഹാവ് ചെറിയച്ചൻ ഇൻ യുവർ ഫാമിലി. ഈ ആഗ്രഹം പറഞ്ഞു വരുന്ന പിള്ളേരോടെല്ലാം ഇത് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തി വിടുക. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടല്ലോ ലണ്ടനിൽ അമേരിക്കയിലൊക്കെ പോയി സെറ്റിൽ ആയിട്ട് നമ്മൾ അവനെ വിളിച്ചിട്ട് എടാ അവിടെ എങ്ങനെയുണ്ട്, അയ്യോ ഇങ്ങോട്ട് വരല്ലേ, കഷ്ടപ്പാടാണേ, നാട് തന്നെ സുഖം, നാട്ടിൽ തന്നെ നിൽക്കുന്നു പറഞ്ഞ് ഇല്ല. എന്തായാലും അടിപൊളിയായിട്ട് നമുക്ക് ഒരുമിച്ച് സ്റ്റേജുകൾ ചെയ്യാൻ പറ്റട്ടെ. അവൾ ആങ്കർ ചെയ്യട്ടെ ആദ്യം, എന്നിട്ട് നമുക്ക് നോക്കാം. എന്നാ വാ, നമുക്ക് സമ്മാനമൊക്കെ കൊടുത്ത ആങ്കറിങ്ങിന്റെ പരിപാടിയിലേക്ക് ചെറിയച്ചനും പറഞ്ഞു. ചെറിയച്ചാ ഞാൻ പറഞ്ഞോ? പിന്നെ അല്ലാണ്ട് ചിറ്റപ്പനാണ് ഷർട്ട് കൊടുക്കുന്നത്. ആ ഷർട്ടാണോ? അപ്പൊ എനിക്ക് തന്നെ. അപ്പൊ എന്തായാലും നമ്മുടെ ചെറിയച്ചൻ ശ്രീലക്ഷ്മിക്ക് സമ്മാനം നൽകാൻ പോവുകയാണ്. അതിനായിട്ട് നമുക്കൊരു മിനിയേച്ചർ ആള് നമുക്ക് സമ്മാനം എടുക്കാൻ ഇവിടെയുണ്ട്. കാണണോ? അങ്ങോട്ട് നോക്കൂ. യെസ്, ലണ്ടൻ ക്ലാസിക് നൽകുന്ന ഒരു അടിപൊളി ഗിഫ്റ്റ് ആണ്. ആദ്യമായിട്ടാണോ ചെറിയച്ചന്റെ കയ്യിൽ നിന്ന് സമ്മാനം എങ്ങനെ നല്ല സമ്മാനങ്ങളെ മേടിച്ചു കൊടുത്തിട്ടുള്ളൂ അല്ലേ? നമുക്ക് ഡോറയുടെ പ്രയാണത്തിന് പോണ്ടേ? എന്നൊരു കാര്യം ചെയ്യാം, മാപ്പിനോട് ചോദിച്ച് നമുക്ക് അങ്ങ് മുന്നോട്ടേക്ക് പോയി. നമ്മളെയല്ല. രമയോ? രമയാരാ? ചേട്ടാ, നിങ്ങൾക്കൊക്കെ ഇവൻ രമേശ് പിഷാരടി ആയിരിക്കും, പക്ഷെ ഇവൻ എനിക്ക് എന്റെ പഴയ പൊടിമീശക്കാരൻ രമയാ. മനസ്സിലായില്ലേ? അല്ല, പഴയതിന് ഞാൻ കുറച്ച് തടിയൊക്കെ വെച്ചിട്ടുണ്ട്. അംബിക ടീച്ചറാണോ 3ാം ക്ലാസ്സിൽ മലയാളം പഠിപ്പിച്ചേ? എന്താ കോമഡിയൊക്കെ പറയുന്നത്? മറന്നുപോയാ? ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ശരിക്കും നല്ല പരിചയമുള്ള ആൾക്കാരാണോ? പരിചയമാണോന്നോ? നിങ്ങൾ പരിചയം പറഞ്ഞാൽ ഞെട്ടിപ്പോവും. എന്തെങ്കിലും തെളിവുണ്ടോ? തെളിവ് കാണിച്ച ഓർമ്മ വരുമോ? പറഞ്ഞു നോക്കാം. എനിക്ക് അങ്ങനെ ബോധപൂർവ്വം മറന്നതല്ല. ഇത് ഓർമ്മയുണ്ടോ? റേഷൻ കാർഡാ? റേഷൻ കാർഡ് കാണിച്ചാൽ എനിക്ക് മനസ്സിലായി പോടാന്നോ? ചിലപ്പോ ഇത് കണ്ട ഓർമ്മ വരില്ല, ഇതിന്റെ അകത്ത് എഴുതിയിരിക്കുന്ന കണ്ട ഇവൻ എന്തായാലും ഓർമ്മ വരും. ആരുടെ അക്ഷരാന്നറിയാലോ? ഓട്ടോഗ്രാഫ് ആണോ അത്? അതെ, നീ എനിക്ക് എഴുതി തന്ന ഓട്ടോഗ്രാഫ്. ഇടോ, അപ്പൊ നമ്മൾ ഒന്നിച്ച് പഠിച്ചിട്ടുണ്ടോ? വായിക്കട്ടെ. 1000 പൂക്കളെ കണ്ടു, 100 പൂക്കളെ പരിചയപ്പെട്ടു, 10 പൂക്കളെ ഇഷ്ടപ്പെട്ടു, അതിലൊന്നാണ് നീ. പത്തിലൊന്നാ? ഇപ്പോഴെന്നെ ഓർമ്മ വന്നില്ല? ചെറിയൊരു ഓർമ്മ വരുന്നുണ്ട്. വന്നിട്ടില്ല, ഇപ്പോഴും ഓർമ്മ വന്നിട്ടില്ല. ഒരെണ്ണം കൂടെ വായിച്ച എന്തായാലും നിനക്ക് ഓർമ്മ. ഒരു ഓട്ടോഗ്രാഫിൽ കുറെ എഴുതിയിട്ടുണ്ടോ? ഇത് മൊത്തം ഇവൻ എഴുതിയതാ. വേറെ പലതും ഒക്കെ എഴുതിയിട്ടുണ്ട്, കാണിക്കാൻ പറ്റില്ല. വായിക്കട്ടെ. മറക്കില്ല മുത്തേ മരണം വരെ, മറന്നെന്ന് തോന്നിയാൽ മരിച്ചെന്ന് കരുതുക. ഇങ്ങനെ എഴുതിയവന് എന്നെ കണ്ടിട്ട് ഓർമ്മയില്ല. അപ്പൊ ഇത് പ്രേതമാണോ? അല്ല, എനിക്കൊരു സംശയമുണ്ട്. പറഞ്ഞു. അപ്പൊ മരയൊക്കെ ഉള്ള ഒരാള് ഇദ്ദേഹത്തിന്റെ കൂടെ പഠിച്ചെന്നൊക്കെ പറയുമ്പോഴേ 2 ദിവസം വീട്ടിൽ വിടാതെ ഇവനെ ഇവിടെ ഒന്ന് ഇരുത്തി നോക്ക്. 2 ദിവസം കഴിയുമ്പോഴേ ഒരു ക്രിസ്മസ് പപ്പാഞ്ഞ് ഇവിടെ ഇറങ്ങി പോണേ കാണാൻ പറ്റും. അത്രക്ക് തരയാ, ഫുള്ള് ടൈ അടിച്ചു വന്നിരിക്കല്ലേ. ഇപ്പോഴും നിനക്ക് എന്നെ ഓർമ്മയായില്ല? ഇപ്പൊ പറഞ്ഞ വിറ്റിന്റെ ഒക്കെ ഒരു നിലവാരം വെച്ചിട്ട് എന്റെ കൂടെ പഠിച്ച ആ സമയത്തൊക്കെ തലയ്ക്ക് വെളിവില്ലാത്തവനെ, തലയോല പറമ്പ് ദേവസ്വം ബോർഡ് സ്കൂളില് നമ്മൾ തമ്മിൽ ഒന്നിച്ച് പഠിച്ച നിന്റെ ഒരേ ഒരു ലൈൻ സൗവർണിക. എനിക്ക് ഒരു ഓർമ്മയുണ്ട് സൗവർണിക എന്ന് ഒരാൾ പഠിച്ചത്. എനിക്കിപ്പോ നിങ്ങൾ പറഞ്ഞപ്പോഴേ ആ ക്യാമ്പസിന്റെ വരാന്ത, ആ ഫ്രണ്ടിൽ നിന്ന പുളിമരം, അവിടുത്തെ ജനലുകള്, അവിടുത്തെ ടേബിള്, ക്ലാസ് മുറി, ബോർഡ്, ഇതെല്ലാം ഒരു നൊസ്റ്റാൾജിയ പോലെ ഇങ്ങനെ ഞാൻ മനസ്സുകൊണ്ട് അവിടെ ചെന്നാലോ എന്ന് തോന്നുന്നു എനിക്ക്. ആണോ? പോടാ അവിടുന്ന്. കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് കോളേജ് കത്തിക്കാൻ നടന്നവനാ, ബോംബിട്ട് തകർക്കണോന്ന് പറഞ്ഞു നടന്നവനാ. ഇപ്പൊ നൊസ്റ്റാൾജിയെന്ന്
ഏയ് ഇപ്പൊ ഓർമ്മയായോ എന്നെ? അന്ന് പ്രേമാന്ന് പറഞ്ഞ് നിങ്ങളുടെ പുറകെ കുറെ നടന്നിട്ടുണ്ടോ? എന്റെ പക്രുച്ചേട്ട പുറകെ നടന്നിട്ടുണ്ടായിരുന്ന നിഴല് പോലെ എന്റെ കൂടെ ഇവൻ ഉണ്ടാവുമായിരുന്നു. ഞാൻ എവിടെ തിരിഞ്ഞാലും ഇവൻ ഉണ്ടാവുമായിരുന്നു. നിങ്ങൾക്ക് ഇപ്പൊ ഒരു സ്കിറ്റിനാണോ ചാർജ്, അതോ ഒരു കുടുംബം കലക്കുന്നതിന് ഇത്ര എന്നാണോ? എത്ര വെച്ചിട്ടാ നിങ്ങൾ മേടിക്കുന്നത്? തന്നെ ഏട്ടാ, ഇതുപോലെ തന്നെയായിരുന്നു. Come to the point, ബസ്സില്. ഞാൻ ബസ് സ്റ്റോപ്പിൽ വരുമ്പോഴത്തേക്ക് മതിലില് തോട്ടി ചാരി വെച്ചേക്കുന്ന പോലെ മതിലില് ചാരി ഇവൻ ഇങ്ങനെ നിപ്പുണ്ടാവും. അന്നത്തെ കോലം അറിയാലോ, ഇങ്ങനെയല്ലേ ഇരുന്നത്. എന്നിട്ട് ബസ് വരുമ്പോ ഞാൻ ബസ്സിൽ കയറും. എന്റെ ബസ്സിലെ ഇവൻ കയറത്തുള്ളൂ. ഞാൻ ഫ്രണ്ടിൽ കയറും, ഇവൻ ബാക്കിൽ കയറും. ഫ്രണ്ടിൽ നിൽക്കുന്ന എന്റെ അടുത്തോട്ട് ഇവൻ നിരങ്ങി ആളുകളുടെ ഇടയിൽ നിന്ന് തിക്ക് തിരികെ വന്ന് എന്റെ അടുത്ത് വന്ന് നിൽക്കും. അറിയാത്ത മട്ടില് എന്നെ ഒന്ന് തട്ടും. തട്ടിട്ട് ഞാൻ ചോദിക്കും എന്താണെന്ന് ചോദിക്കുമ്പോ ഇവൻ പറയും സോറി എടി എന്ന് പറയും. അവിടെ തൊട്ട് കോളേജ് വരെ പിന്നെ സോറി പറയുന്ന ബഹളമായിരിക്കും. അങ്ങനത്തെ സ്വഭാവം ഉള്ളവനാ. എന്നിട്ട് എന്നെ ഓർമ്മയില്ല. ഞാൻ പറഞ്ഞല്ലേ 10 പൂക്കൾ എന്നൊക്കെ പറഞ്ഞല്ലേ. എനിക്കിപ്പോ പറഞ്ഞപ്പോ ഒരു ചെറിയ ഇത് വരുന്നുണ്ട്. വേറൊരു കാര്യം പറഞ്ഞുതരാം. കോളേജിൽ പഠിക്കുന്ന സമയത്തെ നീ കൃഷ്ണനും ഞാൻ രാധയായിട്ട് ഒരു ഡാൻസ് കളിച്ച ഓർമ്മയുണ്ടോ? ഞാൻ കൃഷ്ണനായിട്ട് നിൽക്കുന്ന ഒരു ഇത് കോളേജ് മാഗസിനിൽ വന്നു. ആ ഫോട്ടോ ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അറിയാമോ? ഞാൻ എന്നും എടുത്ത് നോക്കും. എന്റെ കൊച്ചിനെ ഞാൻ എന്നും കാണിക്കും. എന്നിട്ട് എടാ ഇത് കൊക്കാച്ചി വരും, മര്യാദക്ക് നീ കൊക്കാച്ചി നിന്ന് ചാടി വരുമെന്ന് പറയും. അവൻ ചോറ് ഫുള്ള് കഴിക്കും. ഫോട്ടോ തന്നെ എന്റെ എല്ലാരും ചോറുണ്ടാൻ ഇച്ചിരി മടിയുണ്ട്. എനിക്കും പ്രേതം വരുമെന്ന് പറഞ്ഞ് കാണിക്കണം. ഇവൻ എന്തെന്ന് പറയും, ഇവൻ ഡാൻസ് കഴിഞ്ഞിട്ട് ആ ഒരു ഓടക്കുഴൽ അവിടെ ഇട്ടിട്ട് പോയി. ഞാനാണെങ്കിൽ ഇവനോടുള്ള പ്രേമം മൂത്തിട്ട് ആ ഓടക്കുഴല് ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ? കണ്ടാ ഞാൻ പോലെ ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുക. എന്നിട്ട് ഇവൻ വലിയ നിലയിലേക്ക് എത്തിയപ്പോഴത്തേക്ക് ഞാനൊരു ഗമയ്ക്ക് നമ്മുടെ അയൽക്കൂട്ടത്തിലെ ചേച്ചിമാരോടും തൊഴിലുറപ്പ് ചേച്ചിമാരോടൊക്കെ ഞാൻ പറയും, നിങ്ങൾ ടിവിയിലൊക്കെ കാണുന്ന രമേശ് പിഷാരടി ഇല്ലേ, അവന്റെ ഓടക്കുഴൽ എന്റെ കയ്യിലുണ്ടെന്ന് പറയും. ആ ഓടക്കുഴൽ ഇതിപ്പോ ഓർമ്മയായോ എന്നെ? അന്നറിയത്തില്ലായിരുന്നല്ലേ ഇവനൊരു നടനാവൊന്നും. അങ്ങനെയാണെങ്കിൽ ഞാൻ പിന്നെ വിടുവായിരുന്നു. അങ്ങനെയാണല്ലേ ആ പാട്ടൊന്നുകൂടെ റീക്രിയേറ്റ് ചെയ്യുമോ? ഞങ്ങൾക്ക് ജനങ്ങളെല്ലാം കാത്തിരിക്കുകയാണ്. ഞാനേ മറ്റേ 3-ാം പേരുടെ ക്ലൈമാക്സ് ശ്രീദേവി ഇരിക്കുന്ന പോലെ ഓർമ്മ പോയിട്ടിരിക്കുവല്ല. എനിക്ക് അത് ഞാൻ പറഞ്ഞത് അതിന്റെ ആവശ്യം അല്ല, എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി ആയിരുന്നു മലയാളമായിരുന്നു? ഞാൻ ഹിന്ദി ആയിരുന്നു. അപ്പൊ നമ്മള് അവിടെ മാത്രമല്ലേ ഉള്ളൂ, ബാക്കി എല്ലാ സ്ഥലത്തും നമ്മൾ മാറ്റിയോണ്ട് എനിക്ക് കണ്ട ഒന്നിച്ച് പഠിക്കാത്ത ഓർമ്മയുണ്ട്. ബാക്കി കഥയൊന്നും ഓർമ്മയില്ലെന്നുള്ളൂ. സിനിമയുടെ ഒരു ഫീല് വരുന്നു. നിനക്ക് ഇവന് മാത്രം വന്നിട്ട് എന്നെ ഓർമ്മ വരുന്നത്. ആ പാട്ടൊന്നും ഇടുവാണെങ്കിൽ പാട്ടുണ്ടാവോ ഇവിടെ? പിന്നെ പാട്ട് ഇടിപ്പിക്കാം. ഓഡിയോ ഒന്ന് ഏത് പാട്ട്? ഇത് മതിയോ? കറക്റ്റായിട്ടാ ഓടക്കുഴലിൽ പിടിച്ചേക്കുന്നേ. ഇങ്ങനല്ലേ കോളേജിലെ ഞാൻ നിന്നിട്ടുണ്ട് ഇങ്ങനെ. ആണോ? ഞാനും. സോറി പറഞ്ഞു പിടിച്ചില്ല. മുട്ടിയിട്ട് വേണം സോറി. സൂപ്പർ. എനിക്ക് എല്ലാ കഥകളും ഓർമ്മ വന്നു. ഈ പഴയ പടത്തിന്റെ ക്ലൈമാക്സിൽ ചില പാട്ട് വെക്കുമ്പോ ഓർമ്മ വരികയല്ലേ? എനിക്കിപ്പോ ഓർമ്മ വന്നു, ആളെ ഓർമ്മ വന്നു. ഇത് സൗപർണിക മലയാളം സെക്കൻഡ് ലാംഗ്വേജ് മലയാളം എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫിസിക്സ് പഠിപ്പിക്കുന്ന സാറിന് കത്ത് കൊടുത്ത കേസിൽ വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. ടൂറ് പോയപ്പോ ബസ്സിൽ വെച്ചിട്ട് ഞങ്ങളെല്ലാം മല കയറാൻ പോയപ്പം ബസ്സിൽ വെച്ച് ഇവളെ സാറ് മാത്രം കണ്ടു എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് ഞാൻ കണ്ടത് എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ശനിയാഴ്ച ദിവസം കോളേജ് ഇല്ലാത്ത ദിവസം കോളേജിലെ നെല്ലിമരത്തിന്റെ ചോട്ടില് ഒരു ദിവസം കണ്ടു. എനിക്ക് എന്തെല്ലാം ഓർമ്മയെന്നറിയോ? എനിക്ക് ഒരുപാട് ഓർമ്മയുണ്ട്. പിന്നെ നമ്മുടെ കെമിസ്ട്രി ലാബിൽ നിന്ന് ടെസ്റ്റ് ട്യൂബ് കട്ടുകൊണ്ട് പോയ കേസിലുണ്ടായിരുന്നു. തിരികെ മുറുക്കി തരാൻ പറഞ്ഞൊരു പെങ്കൊച്ചിനോട് മുറുക്കി തരാന്ന് പറഞ്ഞ് കമ്മൽ ഉരുക്കൊണ്ട് അതുപോലെ പോയി. പിന്നെ സെക്കൻഡ് ഇയറിലെ തിരിച്ചു വന്ന സൗപർണികല്ലേ? എനിക്കറിയാം. ആ ഓട്ടോഗ്രാഫ് ബുക്ക് ഒന്ന് തരാമോ? ഓട്ടോഗ്രാഫ് ബുക്ക് എനിക്ക് അതിനകത്ത് ഞാൻ ആ സാധനം എഴുതിയത്, ഞാൻ അന്ന് എഴുതിയ സാധനം ഉണ്ടല്ലോ ഓട്ടോഗ്രാഫിനകത്ത്. ഫോൺ നമ്പർ അതായത് സൗപർണിക മറക്കില്ല മുത്തേ മരണം വരെ
മറന്നെന്ന് തോന്നിയാൽ മരിച്ചെന്ന് കരുതുക. ഇത് ഞാൻ അന്ന് എഴുതി കൊടുത്ത കേട്ടോ. അന്ന് എനിക്ക് സാഹിത്യം എത്ര എഴുത്തൊന്നും അറിയത്തില്ല. ഇതൊന്നും ഇപ്പൊ ചെറുതായിട്ട് തിരുത്താൻ പറ്റുമോ? തിരുത്തിക്കോ. അതായത് മറക്കില്ല മുത്തേ മരണം വരെ, മറന്നെന്ന് തോന്നിയാൽ മരിച്ചെന്ന് കരുതുക എന്നുണ്ടല്ലോ. ആ 3-4 വരി നമ്മളൊന്ന് തിരിച്ചിടുക. മരിച്ചെന്ന് കരുതി അങ്ങ് മറന്നേക്കെ, അതായിരിക്കും നല്ലത്. ഇത് പിടിച്ചോ. അയ്യോ എനിക്ക് അങ്ങനെ മറക്കാൻ പറ്റില്ല. എനിക്ക് നല്ല ഓർമ്മയില്ല, കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. ഇപ്പോഴും ക്യാൻറ്റീനിൽ ഉണ്ടായിരുന്ന നാരായണ ചേട്ടന്റെ മോൻ തന്നെയല്ലേ നിന്റെ ഭർത്താവ്? തിന്നതിന്റെ കടം തീരാതെ അവളെ അങ്ങനെയല്ലായിരുന്നു അത്. എനിക്ക് മനസ്സിലായി, കൃത്യമായിട്ട് മനസ്സിലായി തന്നെ. കൃത്യമായിട്ട് ഇനി എവിടെ വന്നാലും എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാവും കേട്ടോ. അങ്ങനെ തന്നെ കരുതി, മരിച്ചെന്നും കരുതിയത്. എന്തൊക്കെ കഥകളാ ദൈവമേ നമ്മളിവിടെ കേട്ടതല്ലേ. സോറി, ഞാൻ ആദ്യം ഒന്ന് തെറ്റിദ്ധരിച്ചു. ഞാൻ ആ കാലത്ത് അങ്ങനെയാണല്ലോ, അറിയാത്ത പോലെ നിൽക്കുവാന്ന്. ഞാൻ ഇങ്ങനത്തെ ഹണി ട്രാപ്പുകളിൽ നിന്ന് എപ്പോഴും രക്ഷപ്പെടും. നല്ല എന്നെ കാര്യം. പലരും ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് പിടുത്തം വീണിട്ടില്ല. ഒരു കാര്യം ചെയ്യാം, ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ മെഴുകും. നമുക്കങ്ങ് നൈസായിട്ട് ഈ ട്രാപ്പ് വൈൻഡപ്പ് ചെയ്താലോ? നല്ലതായിരിക്കും. അപ്പൊ നമുക്ക് അടുത്ത ദിവസം കാണാം. പ്രേക്ഷകരെ നമ്മൾ അടുത്ത ദിവസം കാണാം. അതിരിക്കും ബൈ ഫ്രം കോമഡി മാസ്റ്റേഴ്സ്.